അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വാർത്താഭരിതമായ ദിവസത്തെ സംഭവിച്ച രാവിലോത്സവ തലക്കെട്ടുകളാണ് ഇവിടെ നമ്മുടെ പ്രിയപ്പെട്ട ലിനീഷ് ബാബു, ബ്ലസി എൽദോ, അമർ അക്ബർ ആന്റണി, വർഷിപ്പ്, ലെവിൻ പോൾ, നൌഷാദ് ഒക്കെ ഇവിടെ പറയുന്നത്. അപ്പോൾ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും കൂടി ഒരു ശുഭമധ്യാനം നേരുന്നു. നമ്മൾ നേരെ തെരഞ്ഞെടുപ്പ് വാർത്തകളാണ്. ഇഷ്ടം പോലെ വാർത്തകൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ. ICL FinCorp 24 ഇലക്ഷൻ സമർപ്പിക്കുന്നത് ICL FinCorp, the intelligent choice. Powered by Asset, responsibly yours. in association with Durashine Roof and Wall Sheets, ഒരു ടാറ്റ ബ്ലൂസ്കോപ്പ് സ്റ്റീൽ ഉൽപ്പന്നം. അപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ SDP പിന്തുണ വല്ലാത്ത കുടുക്കിലാക്കിയിരുന്നു UDFനെ. കോൺഗ്രസ് എന്തായാലും അത് തള്ളുകയാണ്. കോൺഗ്രസ് SDP പിന്തുണ സ്വീകരിക്കില്ലെന്നും വ്യക്തിപരമായി ആർക്കും വോട്ട് ചെയ്യാമെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും UDF ഒരേപോലെ എതിർക്കുമെന്നും പ്രതിപക്ഷ നേതാവ് കൂട്ടിച്ചേർത്തു. ഭൂരിപക്ഷ വർഗീയതയെയും അതുപോലെ തന്നെ ന്യൂനപക്ഷ വർഗീയതയെയും കേരളത്തിലെ കോൺഗ്രസും UDFും ഒരുപോലെ എതിർക്കും. അത്തരം സംഘടനകളുടെ പിന്തുണ ഞങ്ങൾ സ്വീകരിക്കില്ല. ഇപ്പോൾ SDPI UDFന് നൽകിയിരിക്കുന്ന പിന്തുണയെയും ഞങ്ങൾ ആ പശ്ചാത്തലത്തിൽ തന്നെയാണ് കാണുന്നത്. അപ്പോൾ SDP പിന്തുണ സ്വീകരിക്കേണ്ടെന്ന തീരുമാനം UDF ചർച്ച ചെയ്ത് തീരുമാനിച്ചതാണെന്ന് UDF കൺവീനർ MM ഹസൻ പറഞ്ഞു. പൗരത്വ നിയമത്തിൽ മുഖ്യമന്ത്രിയുടെ വിമർശനം പ്രധാനമന്ത്രിക്കെതിരല്ലെന്നും ഹസൻ പറയുകയാണ്. SDPI പിന്തുണ പ്രഖ്യാപിച്ച ഏപ്രിൽ 1 എറണാകുളത്ത് പ്രസ് ക്ലബിൽ വെച്ച് മാധ്യമപ്രവർത്തകർ എന്നോട് ഇത് നിങ്ങൾ സ്വീകരിക്കുമോ എന്ന് ചോദിച്ചു. അന്ന് ഞാൻ പറഞ്ഞ മറുപടി, ഞങ്ങൾ ആലോചിക്കും. ഞങ്ങൾ UDFലും പാർട്ടിയിലും ആലോചിച്ച ശേഷം മാത്രമേ ഇത് സ്വീകരിക്കുമോ ഇല്ലയോ എന്ന് പറയാൻ കഴിയുള്ളൂ. ഇന്നലെയാണ് UDFിൻ്റെ നേതാക്കൾ ഞങ്ങൾക്കെല്ലാവർക്കും ഒന്ന് ഒരുമിച്ച് ചർച്ച ചെയ്യാനൊരു അവസരം കിട്ടിയത്. ആ ചർച്ച ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളെടുത്ത കൂട്ടായ തീരുമാനമാണ് ഇവിടെ പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ പറഞ്ഞത്. ഈ പൗരത്വ നിയമത്തെക്കുറിച്ച് കൽപ്പറ്റയിൽ സംസാരിച്ചിട്ട് ഒരു വാക്ക് പോലും പറഞ്ഞില്ലല്ലോ. അദ്ദേഹം ഒരു വാക്ക്, ഞങ്ങളെല്ലാവരും അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹം ഇന്ത്യയുടെ ഭരണഘടനയെ രക്ഷിക്കാനാണ്, ഇന്ത്യയുടെ മതേതരത്വത്തെ രക്ഷിക്കാനാണ്, ജനാധിപത്യത്തെ രക്ഷിക്കാനാണ് അദ്ദേഹം വോട്ട് ചോദിച്ചാൽ അത് അദ്ദേഹത്തിനല്ല വോട്ട് ചോദിച്ചത്. ദിലീപ് കുമാർ, ദീപക് ധർമ്മൻ ചേരുന്നു. ദിലീപ്, സാധാരണഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് സമയത്ത് സാധാരണമല്ല ഏതെങ്കിലും സംഘടനയുടെ പിന്തുണ ഞങ്ങൾക്ക് വേണ്ട എന്ന് പറയൽ സാധാരണമല്ല. നമ്മൾ നേരത്തെ ജമാഅത്ത് ഇസ്ലാമി പിന്തുണ കാലത്തൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ എന്തെങ്കിലും ഒഴിവൊഴിവ് പറഞ്ഞ് അങ്ങനെ നിൽക്കലാണ് പതിവ്. ഇതിപ്പോൾ വളരെ വ്യക്തമായി SDP എന്ന സംഘടനാ പിന്തുണ ഞങ്ങൾക്ക് വേണ്ട എന്ന് UDF പറയുന്നത് അത്രത്തോളം സമ്മർദ്ദമുണ്ട്, അത്രത്തോളം ഡാമേജ് അത് കേരളത്തിന് പുറത്തുണ്ടാക്കും എന്ന വ്യക്തമായ തിരിച്ചറിവിലല്ലേ ദിലീപ് കുമാർ? ഹാഷ്മി, UDFിൽ തന്നെ ഇക്കാര്യത്തിൽ വ്യത്യസ്ത അഭിപ്രായമുണ്ട്. കാരണം SDP പോലുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി പരസ്യമായി പിന്തുണ പ്രഖ്യാപിക്കുമ്പോൾ അതിനെ പരസ്യമായി തന്നെ തള്ളിപ്പറയുക എന്ന നിലപാട് സ്വീകരിക്കുന്നതിനോട് വിയോജിപ്പുള്ള ചിലരെങ്കിലും ഇപ്പോഴും UDFിലുണ്ട്. അതിൻ്റെ ആദ്യ പ്രതികരണമാണ് കൊല്ലത്ത് നിന്നുള്ള UDF സ്ഥാനാർത്ഥി NK പ്രേമചന്ദ്രൻ്റെ വാക്കുകളിലൂടെ തന്നെ പുറത്തു വന്നിട്ടുള്ളത്. ആരെങ്കിലും പിന്തുണയുമായി വന്നാൽ അതിനെ പരസ്യമായി തള്ളിക്കളയണമോ എന്ന നിലയിലുള്ള നിലപാടാണ് NK പ്രേമചന്ദ്രൻ സ്വീകരിച്ചിട്ടുള്ളത്. മാത്രമല്ല, നേരത്തെ ഇത്തരമൊരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ് സംസ്ഥാനത്തെ കോൺഗ്രസ് നേതാക്കളൊക്കെ അവരുടെ പ്രതികരണമൊക്കെ ഈ SDP പിന്തുണയെ തള്ളിക്കളയാതെ തന്നെ ഇത്തരത്തിലൊരു പിന്തുണ നൽകിയതിനെ സ്വാഗതം ചെയ്തുകൊണ്ടുള്ള നിലപാടാണ് സ്വീകരിച്ചിരുന്നത്. അത് KPCC പ്രസിഡന്റ് K സുധാകരൻ മുതൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ വരെയുള്ളവരുടെ നിലപാട് അങ്ങനെ തന്നെയായിരുന്നു. പക്ഷേ ഇത് ദേശീയ തലത്തിൽ SDP പിന്തുണ സ്വീകരിക്കുന്നത് വലിയ തിരിച്ചടിയാകും എന്ന് കണക്കുകൂട്ടി ഹൈക്കമാൻഡിൻ്റെ സമ്മർദ്ദമാണ് ഇതിൽ ഏറ്റവും പ്രധാനമായുള്ളത്. ഹൈക്കമാൻഡ് ഈ SDP പിന്തുണയെ പരസ്യമായി സംസ്ഥാനത്തെ UDF നേതാക്കൾ തള്ളിക്കളയണം, SDP പിന്തുണ സ്വീകരിക്കേണ്ടതില്ല, ഭൂരിപക്ഷ ന്യൂനപക്ഷ വർഗീയതയെ ഒരുപോലെയാണ് UDFും കോൺഗ്രസും കാണുന്നത് എന്ന സന്ദേശം ഇതിലൂടെ നൽകണം എന്ന സമ്മർദ്ദം ഹൈക്കമാൻഡിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. ഇതേ തുടർന്നാണ് ഇന്നലെ സംസ്ഥാനത്തെ കോൺഗ്രസ് നേതാക്കളും UDFിൻ്റെ നേതാക്കളുമൊക്കെ ഇക്കാര്യം ചർച്ച ചെയ്യുകയും SDP പിന്തുണ വേണ്ട എന്ന നിലപാട് അത് പരസ്യമായി തന്നെ പറയുന്നതിനുമുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്. എന്നാൽ SDP പിന്തുണ, SDP പാർട്ടി പ്രവർത്തകർ വോട്ട് ചെയ്യുകയാണെങ്കിൽ അതിനെ തള്ളിക്കളയേണ്ടതില്ല.
ഒരു SDP ഒരു കേഡർ സംഘടനയാണ്. ആ സംഘടനയ്ക്ക് അതിൻ്റെ പ്രവർത്തകർക്ക് ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ, ആർക്ക് വോട്ട് ചെയ്യണം എന്ന തരത്തിലുള്ള നിർദ്ദേശങ്ങൾ നടപ്പാക്കാൻ അറിയാം. അതുകൊണ്ട് ആ തീരുമാനങ്ങളിലേക്കൊന്നും ഇടപെടേണ്ട. പക്ഷേ ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ SDP-യുടെ പിന്തുണ ആവശ്യമില്ല എന്ന നിലപാട് സംസ്ഥാനത്തെ കോൺഗ്രസ് നേതാക്കളും UDF നേതാക്കളും കൈക്കൊള്ളുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണം ഹൈക്കമാൻഡിൽ നിന്നുള്ള സമ്മർദ്ദം തന്നെയാണ്. ഹാഷ്മി, ഞാൻ ദിലീപ്, എന്തായാലും കോൺഗ്രസ് SDP ഉൾപ്പെടെ ഉള്ളവരുമായി നേരത്തെ തന്നെ ധാരണ ഉണ്ടായിരുന്നു എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ രാവിലത്തെ വിമർശനം. മുസ്ലിം ലീഗ് ഉൾപ്പെടെ ചേർന്നാണ് തീരുമാനമെടുത്തത്. അവസരവാദ നിലപാടാണ് UDF സ്വീകരിക്കുന്നതെന്ന് മുഖ്യമന്ത്രി എറണാകുളത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. ഇത് ശരിയായൊരു ഡീൽ ഇതിൽ നടന്നിട്ടുണ്ട് എന്ന് വേണം സാധാരണഗതിയിൽ കണക്കാക്കാൻ. SDP പറഞ്ഞ ന്യായം ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാഗമായ UDF-നെ ഞങ്ങളിവിടെ സഹായിക്കുന്നുവെന്നാണ്. ഒരു തെരഞ്ഞെടുപ്പ് തമിഴ്നാട്ടിൽ നടക്കുന്നുണ്ട്. അതിലവർ AIADMKയുടെ കൂടെയാണ് എന്നാണ് വാർത്തകൾ കണ്ടത്. KPCC പ്രസിഡന്റ്, അദ്ദേഹം ഇപ്പോൾ എഴുതിയിട്ടില്ല, അത് സ്ഥാനാർത്ഥിയായതുകൊണ്ട് ആക്ടിങ് വന്നതാണ്. അദ്ദേഹം അതിനെ പൂർണ്ണമായി അംഗീകരിക്കുകയും ന്യായീകരിക്കുകയും ചെയ്തതായിട്ട് കാണുന്നു. ദീപക് ധർമ്മടം കൂടി ചേരുന്നുണ്ട്. ദീപക്, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വയനാട്ടിൽ രാഹുൽ ഗാന്ധിക്ക് വേണ്ടി ഇറങ്ങിയ മുസ്ലിം ലീഗ് പ്രവർത്തകർ അവർ കൊടി ചൂണ്ടിക്കാട്ടി ഉത്തരേന്ത്യയിൽ നടത്തിയ വ്യാപകമായ പ്രചരണം കണ്ടവരാണ്. അപ്പോൾ ഇതിപ്പോൾ SDP-യുടെ പിന്തുണ സ്മൃതി ഇറാനി അടക്കമെന്ന് പറയുമ്പോൾ അത് ദേശീയ തലത്തിൽ തന്നെ വലിയ ചർച്ചയാക്കാൻ BJP തീരുമാനിക്കുന്നു എന്ന തിരിച്ചറിവിൽ കൂടിയല്ലേ ആ പിന്തുണ ഞങ്ങൾക്ക് വേണ്ട എന്ന് സാധാരണ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഉണ്ടാവാത്തൊരു തീരുമാനത്തിലേക്ക് UDF പോകാനുള്ള കാരണം, കോൺഗ്രസ് പോകാനുള്ള കാരണം? ദീപക്, ഹാഷ്മി, അതുതന്നെയാണ് അസാധാരണമായ ഇത്തരത്തിൽ വോട്ട് വേണ്ടെന്ന പരസ്യ പ്രഖ്യാപനത്തിലേക്ക് UDF-നെ, പ്രത്യേകിച്ച് കോൺഗ്രസ് നേതൃത്വത്തെ കൊണ്ടുചെന്ന് എത്തിച്ചത് കേരളത്തിലെ KPCC-യുടെ തീരുമാനമല്ല. നേരത്തെ ദിലീപ് കുമാർ പറഞ്ഞതുപോലെ ദേശീയ തലത്തിൽ വലിയ തിരിച്ചടി, ഇതിൻ്റെ പ്രത്യാഘാതം വടക്കേ ഇന്ത്യയിൽ ഉണ്ടാകും. വടക്കേ ഇന്ത്യയിൽ മാത്രമല്ല, തൊട്ടടുത്ത കർണാടകത്തിൽ പോലും ഇത് തിരിച്ചടിയാകുമെന്ന് ദേശീയ നേതാക്കൾ തന്നെ പറയുന്ന ഒരു സാഹചര്യം. മാത്രവുമല്ല, അപ്പുറത്ത് BJP ഒരുമ്പിട്ടിറങ്ങിക്കൊണ്ട് ഇതൊരു പ്രചരണ വിഷയമാക്കുന്നു. കാലത്ത് തന്നെ K. സുരേന്ദ്രൻ 24-നോട് പറഞ്ഞു, കൊടി പിടിക്കാത്തത് SDP-യുടെ തീവ്രവാദ പിന്തുണ മറച്ചുവെക്കാനാണെന്ന്. സ്മൃതി ഇറാനി അല്പം മുൻപാണ് മാധ്യമങ്ങളെ കണ്ടത്. അതിൽ കൃത്യമായി പറയുന്നത് നിരോധിത സംഘടനയുടെ പിന്തുണ രാഹുൽ ഗാന്ധിക്കാണ്, അത് മറച്ചുവെക്കാൻ വേണ്ടിയാണ് കൊടി പിടിക്കാത്തതെന്ന് പറയുന്നു. അങ്ങനെ നോക്കുമ്പോൾ സ്മൃതി ഇറാനിയെ പോലുള്ള അവരുടെ സ്റ്റാർ ക്യാമ്പയിനർമാർ ഇതൊരു രാഹുൽ ഗാന്ധിക്കെതിരായ വലിയ വിഷയമായി എടുക്കുമ്പോൾ സ്വാഭാവികമായും അതിന്റെ പ്രത്യാഘാതം വരാൻ പോകുന്നത് കേരളത്തിൽ മാത്രമല്ല, കേരളത്തിൽ. SDP സംസ്ഥാന അധ്യക്ഷൻ ശ്രീ അഷ്റഫ് മൗലവി മൂവാറ്റുപുഴ ചേരുന്നു. ശ്രീ അഷ്റഫ് മൗലവി, നിങ്ങളുടെ പിന്തുണ വേണ്ട എന്ന് എന്താണ് സന്ദേഹങ്ങൾക്ക് അടിസ്ഥാനമില്ലാത്തവണ്ണം പറയുകയാണ് പ്രതിപക്ഷ നേതാവ്. ആദ്യ പ്രതികരണം എന്താണ്? ഞങ്ങള് രാജ്യത്തിന്റെ ഭരണഘടനയിലും നീതിന്യായ വ്യവസ്ഥയിലും പാർലമെന്ററി സംവിധാനത്തിലും വിശ്വസിക്കുന്ന രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ രാജ്യത്തിന്റെ രാഷ്ട്രീയ സാഹചര്യങ്ങളെ വിശകലനം ചെയ്തുകൊണ്ട് ഒരു നിലപാട് പറഞ്ഞു. അത് വോട്ട് ചെയ്യും, അതൊരു രാഷ്ട്രീയ വോട്ടായിരിക്കും, അങ്ങനെയാണല്ലോ ജനാധിപത്യത്തിൽ. ആ നിലപാട് പറഞ്ഞു. അവരവരുടെ ഒരു നിലപാട് പറഞ്ഞു. ഞങ്ങൾക്ക് എന്തെങ്കിലും അടിയന്തരമായി എന്തെങ്കിലും പ്രതിസന്ധി വരുന്ന ഒന്നും അതിലുണ്ടായിട്ടില്ല. കാരണം പരസ്പര ധാരണയുടെ അടിസ്ഥാനത്തിലുള്ള ഒരു പ്രഖ്യാപനമല്ല ഞങ്ങൾ നടത്തിയത്. ഞങ്ങൾ സ്വതന്ത്രമായി ആലോചിച്ചെടുത്ത തീരുമാനമാണ്. അവർ സ്വതന്ത്രമായി ആലോചിച്ചെടുത്തൊരു തീരുമാനമായിരിക്കും. അതിനപ്പുറത്ത് നിങ്ങൾ UDF-ന് പിന്തുണ പ്രഖ്യാപിക്കുന്നു, അവർ നിങ്ങളുടെ പിന്തുണ വേണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങളുടെ ആ പിന്തുണ പിൻവലിക്കുന്നുണ്ടോ? ഞങ്ങൾക്ക് വോട്ട് ചെയ്യാതിരിക്കാൻ പറ്റുമല്ലോ ഹാഷ്മി. ശരിയാണ്. പക്ഷേ എന്താണ്, ഇപ്പോൾ ഒരു സംഘടന എന്നുള്ള നിലയ്ക്ക് നിങ്ങൾക്കൊരു ആത്മാഭിമാനമില്ലേ അഷ്റഫ് മൗലവി? അപ്പോൾ നിങ്ങൾ ഒരു ഗ്രൂപ്പിന് അല്ലെങ്കിൽ ഒരു സഖ്യത്തിന് UDF-ന് പിന്തുണ പ്രഖ്യാപിക്കുന്നു, അവർ പരസ്യമായ വാർത്താ സമ്മേളനത്തിൽ വിളിച്ച് ആ പിന്തുണ ഞങ്ങൾക്ക് വേണ്ട, ഭൂരിപക്ഷ വർഗീയതയോടും ന്യൂനപക്ഷ വർഗീയതയോടും ഞങ്ങൾക്ക് എതിർപ്പ് തന്നെയാണ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ആത്മാഭിമാനത്തിലേക്കുന്ന ക്ഷതം കൂടിയല്ലേ? പിന്തുണ പിൻവലിക്കൽ ആലോചനയുണ്ടോ? ഇപ്പൊ മുസ്ലിം ലീഗിനോട് അവരുടെ ഐഡന്റിറ്റി മാറ്റിവെക്കാൻ പറഞ്ഞതിനേക്കാൾ വലിയ ആത്മാഭിമാന പ്രശ്നത്തിൽ വന്നിട്ടില്ല. ഐഡന്റിറ്റി മാറ്റിവെക്കാൻ പറഞ്ഞത് മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് മുസ്ലിം ലീഗിന്റെ പതാക അവരുടെ ഐഡന്റിറ്റിയാണ്. അത് അവർക്ക് സ്വാധീനമുള്ള ഒരു പാർലമെന്റ് മണ്ഡലത്തിൽ, അവർ നിർണായകമായ പാർലമെന്റ് മണ്ഡലത്തിൽ നിങ്ങളുടെ സിമ്പല് മാറ്റിവെച്ചുകൊണ്ട്, ഐഡന്റിറ്റി മാറ്റിവെച്ചുകൊണ്ട് വേണം ഇതിൽ പങ്കെടുക്കാൻ എന്ന് പറയുന്നതിനേക്കാൾ വലിയ ആത്മാഭിമാന പ്രശ്നം ഞങ്ങൾക്ക് വന്നില്ല. ഞങ്ങൾ UDF-ന്റെ ഘടകകക്ഷിയല്ല. ഞങ്ങൾ തമ്മിൽ പ്രത്യേകിച്ച് ധാരണകളൊന്നുമില്ല. ദീർഘകാലമായ ഒരു മുന്നണിക്ക് രൂപം കൊടുത്ത
UDFന്റെ രണ്ടാമത്തെ കക്ഷിയും MLA-മാരുടെ അംഗബലത്തിൽ തത്തുല്യം എന്ന് പറയാൻ പറ്റുന്ന ഒരു പാർട്ടി, അതിൽ കുറെ മുസ്ലിം ഭൂരിപക്ഷ പാർട്ടി എന്നതുകൊണ്ട് മുസ്ലിം ലീഗിന് സ്വീകരിച്ച ഈ സമീപനത്തിൽ അവർക്കുണ്ടായ ഒരു ആത്മാഭിമാന പ്രവർത്തകർ വലുതൊന്നും യാതൊരു ബന്ധം UDF-മായി ഇല്ലാത്ത ഞങ്ങളെടുത്ത രാഷ്ട്രീയ നിലപാടിന്റെ പേരിൽ ഞങ്ങൾക്കുണ്ടോ? അല്ല, പിന്തുണ തീരുമാനം പിൻവലിക്കുമോ ശേഷം മൗലവി? ഞാൻ നേരിട്ടല്ല ചോദിക്കുന്നത്. പിന്തുണ തീരുമാനം പിൻവലിക്കാൻ ആലോചനയുണ്ടോ? അല്ല, അത് ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ ഉണ്ടായ രാഷ്ട്രീയ സാഹചര്യത്തിന് മാറ്റം വന്നിട്ടില്ല. അപ്പൊ SDPI പ്രവർത്തകരോട് UDF-ന് തന്നെ വോട്ട് ചെയ്യാൻ തന്നെയാണ് നിങ്ങൾ പറയുക? ഞങ്ങൾ ഇങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചുകൊണ്ട് പാർട്ടിയുടെ സ്റ്റേറ്റ് കമ്മിറ്റി വിഷയം ചർച്ച ചെയ്യും, ആ നിലപാട് ചർച്ച ചെയ്യും. പക്ഷേ നിങ്ങൾ എന്തുകൊണ്ട് LDF-ന് വോട്ട് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് ഒരുപിടി വിഷയങ്ങൾ നിങ്ങളൊരു കുറിപ്പായി വായിക്കാനിടയായി. അപ്പോൾ ആ സാഹചര്യത്തിൽ എന്തായാലും മാറ്റം വരാനുള്ള സമയമില്ല. അതുകൊണ്ട് വോട്ട് LDF-ന് എന്നൊരു തീരുമാനത്തിലേക്ക് പോകാൻ സമയമായിട്ടുമില്ല, അല്ലേ ശേഷം മൗലവി? അതെ ഹാഷിമി, ഞാൻ പറഞ്ഞത് ഇതിപ്പോ അടിയന്തരമായി എന്തോ ഒരു പ്രതിസന്ധി ഞങ്ങൾക്ക് യാതൊരു പ്രശ്നവും ഒരു ടെൻഷനും ഇതിൽ വന്നിട്ടില്ല. പരസ്പരമുള്ള എന്തെങ്കിലും ധാരണ പൊളിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ, അതൊരു പ്രശ്നമാണ്. ഇത് ധാരണയുടെ അടിസ്ഥാനത്തിൽ സംഭവിച്ചിട്ടില്ല. ആത്മാഭിമാന പ്രശ്നമാണെങ്കിൽ അത് പാർട്ടി അതിന്റെ ആത്മാഭിമാന ബോധത്തിൽ കൊണ്ടുവന്നെടുത്തൊരു ഒരു പക്വമായ രാഷ്ട്രീയ നിലപാടാണ്. ജനാധിപത്യത്തിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ഒരു പാർട്ടി പൗരന്മാരുടെ വോട്ട് വേണ്ട എന്ന് പറയുന്ന യുക്തി ന്യായമൊക്കെ അവരാണല്ലോ പറയേണ്ടത്. അല്ല, അപ്പോൾ ഈ പിന്തുണയുടെ കാര്യത്തിൽ തീരുമാനമെടുക്കാൻ ചേരുന്ന സംസ്ഥാന സമിതി അധികം വൈകാതെ ഉണ്ടാകുമോ അഷ്റഫ് മൗലവി? നമ്മളത് അടിയന്തരമായി ഒന്നും അല്ലെങ്കിലും വൈകാതെ ഇരിക്കും. ഇന്നിരുന്ന് നാളെ ഇരിക്കേണ്ട സാഹചര്യം ഇല്ല, അങ്ങനെ ഇരിക്കും, ചർച്ച ചെയ്യും. അല്ല, അതിൽ UDF-നുള്ള പിന്തുണ പിൻവലിക്കണോ എന്ന കാര്യമാകുമോ ചർച്ചയാവുക? അല്ല, ഈ പറഞ്ഞത് അവരുടെ സമീപനം, ഈ പ്രതികരണത്തിന്റെ രീതി ചർച്ച ചെയ്യും, എന്നിട്ട് അവിടെ ചർച്ച ചെയ്തൊരു തീരുമാനം എടുക്കും. നിങ്ങളുടെ സംഘടനയെ തൊട്ടുകൂടാൻ കൊള്ളാത്തവരാണ് എന്നുകൂടി പറയലായിരുന്നില്ല ഇന്ന് പ്രതിപക്ഷ വാർത്താ സമ്മേളനത്തിൽ? അവരെന്താ ഉദ്ദേശിച്ചത് എന്ന് ഞങ്ങൾ അലട്ടുന്ന ഒരു പ്രശ്നമല്ല ഹാഷിമി. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളെടുത്ത രാഷ്ട്രീയ നിലപാട് ന്യായവും യുക്തിയും രാഷ്ട്രീയ സാഹചര്യവും ദേശീയ പശ്ചാത്തലങ്ങളൊക്കെ തന്നെയാണ് ഞങ്ങളുടെ ന്യായം. ഏതെങ്കിലും തരത്തിൽ അനൗദ്യോഗികമായെങ്കിലും ഏതെങ്കിലും മുന്നണികളുമായുള്ള ബന്ധപ്പെടൽ നിങ്ങളുമായി ഉണ്ടായിട്ടുണ്ടോ ശേഷം മൗലവി? LDF-ഓ UDF-ഓ? ഞങ്ങൾ അങ്ങനെ ഒരു ഔദ്യോഗികവും പ്രഖ്യാപിതവുമായ ഒരു പിന്തുണയോ അല്ലെങ്കിൽ അത്തരമൊരു ചർച്ചകളോ ഒന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല മുന്നണികളായിട്ട്. അത് ഞാൻ അനൗദ്യോഗികം എന്നാണ് ചോദിച്ചത്. അപ്പൊ അങ്ങനെ ഉണ്ടാവുമല്ലോ ചില ഫോൺ വിളികൾ. കല്യാണ വീട്ടിൽ വെച്ച് കാണുമ്പോൾ ചിലപ്പോൾ അവിടെ ഏതെങ്കിലും പാർട്ടി നിങ്ങളുടെ നിലപാട് വോട്ട് ഞങ്ങൾക്കായിരിക്കും എന്നൊക്കെ ചോദിക്കൊരു സ്വാഭാവിക ചോദ്യം ഉണ്ടല്ലോ, അതൊക്കെ പലയിടത്തും ഉണ്ടായിട്ടുണ്ടാവും. UDF-മായി ചർച്ച എന്തായാലും അങ്ങനെ ഔദ്യോഗികം ഉണ്ടായിട്ടില്ല, അല്ലേ ശ്രീ അഷ്റഫ് മൗലവി? അശ്വിയ പറഞ്ഞല്ലോ, വളരെ കൃത്യമല്ലേ അത്. ഓക്കെ, താങ്ക് യു അഷ്റഫ് മൗലവി. എന്തായാലും SDPയുടെ പിന്തുണ വേണ്ട എന്ന് പറയുകയാണ് പ്രതിപക്ഷ നേതാവ്. അപ്പോൾ അവരുടെ സംസ്ഥാന അധ്യക്ഷൻ മൂവാറ്റുപുഴ അഷ്റഫ് മൗലവി പറയുന്നു, രാഷ്ട്രീയ നിലപാടിൻ്റെ ഭാഗമായി എടുത്ത തീരുമാനമാണ്. അത് അടിയന്തരമായി ഏതെങ്കിലും തരത്തിൽ തീരുമാനമെടുക്കേണ്ട സാഹചര്യം നിലവിലില്ല. പിന്തുണ പ്രഖ്യാപിച്ച സാഹചര്യത്തിന് മാറ്റമില്ല. പക്ഷേ ആ പിന്തുണ വേണ്ട എന്ന് പറയുന്നതിനെ അവർ സംസ്ഥാന സമിതി കൂടും, സംസ്ഥാന സമിതി ഇരിക്കും, അതിൽ വീണ്ടും ചർച്ച ചെയ്യും, വീണ്ടും ചർച്ച ചെയ്തതിന് ശേഷം ഒരു തീരുമാനം അറിയിക്കാം എന്ന് പറയുകയാണ് അഷ്റഫ് മൗലവി. അപ്പോൾ ദീപക് ധർമ്മടം ചേരുന്നു. ദീപക്, പ്രതിപക്ഷ നേതാവ് SDPയുടെ പിന്തുണ വേണ്ട എന്ന് പറയുമ്പോൾ പോലും അഷ്റഫ് മൗലവിയുടെ വാക്കുകളിൽ നിന്നും SDPI പ്രവർത്തകർ, ഇപ്പോൾ SDPI ഇപ്പോൾ കഴിഞ്ഞ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടൊക്കെ നോക്കിയാൽ SDPIക്ക് പല മണ്ഡലങ്ങളിലും നല്ല ഗണ്യമായ വോട്ടുണ്ട്. അപ്പോൾ ആർക്ക് വോട്ട് ചെയ്യണം എന്നതിൽ അവർക്ക് ക്ലാരിറ്റി കുറവില്ല ദീപക്. ആഷ്മി, ഇതിൽ SDPI ഒരു കേഡർ അംബ്രല സിസ്റ്റമുള്ള ഒരു പ്രസ്ഥാനമാണ്. സ്വാഭാവികമായും അത് UDF-ന് കൃത്യമായ ധാരണയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കേരളത്തിലെ UDF-ൽ കഴിഞ്ഞ ഒരാഴ്ചക്കാലമായി വലിയ ചർച്ചയായിരുന്നു ഇത്. ആദ്യം തന്നെ ഈ പ്രഖ്യാപനത്തിന് മുൻപ് തന്നെ കോൺഗ്രസ് നേതാക്കൾക്കും ലീഗിലെ ചില പ്രധാന നേതാക്കൾക്കും SDPIയുടെ പിന്തുണ വരുന്നു എന്നുള്ളത് അറിയാമായിരുന്നു. അത് കൃത്യമായി അറിയാവുന്നതാണ്. ചില നേതാക്കളുമായി നമ്മളൊക്കെ സംസാരിക്കുന്ന സമയത്ത് അത് വ്യക്തവുമായിരുന്നു. കാരണം അതായത് നേരത്തെ ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണയുണ്ട്, ഇപ്രാവശ്യം SDPIയുടെ പരസ്യ പിന്തുണ വരും എന്നുള്ളത് ഏറെക്കുറെ അവരെ ഉറപ്പിച്ചതാണ്. ആ വേളയിൽ തന്നെ ഇവരുടെ കേഡർ സ്വഭാവവും ഇവർ പറയുന്നിടത്ത് വോട്ട് വീഴുമെന്നുള്ളതും കണക്ക് കൂട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ കൂടിയാലോചനയ്ക്ക് ശേഷമാണ് ഇപ്പോൾ തള്ളിപ്പറഞ്ഞത്. വോട്ട് വേണ്ടെന്ന് പറയാൻ ഒരുപക്ഷെ വോട്ട് വാങ്ങുന്നതിനേക്കാൾ കൂടുതൽ സമയമെടുത്ത് ചർച്ച ചെയ്തു. കാരണം അതിൽ നേരത്തെ ദിലീപ് കുമാർ പറഞ്ഞതുപോലെ ഹൈക്കമാൻഡിൻ്റെ ഇടപെടൽ തന്നെയായിരുന്നു നിർണായകം. കാരണം കേരളത്തിലെ 20 സീറ്റിനേക്കാൾ വലുതാണ് UP-യിലുള്ള 80 സീറ്റെന്നും മറ്റ് മണ്ഡലങ്ങൾ, മറ്റു ജില്ലകൾ, മറ്റ് സംസ്ഥാനങ്ങൾ എന്നുള്ളത് വളരെ കൃത്യമായ ധാരണയുണ്ട്. പ്രത്യേകിച്ചും രാഹുൽ ഗാന്ധി ഇന്നലെ
വയനാട്ടിൽ എത്തിയ സമയത്ത് അദ്ദേഹവുമായി KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ള ദീപാദാസ് മുൻഷി ഉൾപ്പെടെയുള്ളവരുടെ ചർച്ചയുണ്ടായിരുന്നു. ആ ചർച്ചയും ഇന്ന് കാലത്താകുമ്പോഴേക്കും രാഷ്ട്രീയ ചിത്രം മാറുന്നൊരവസ്ഥ. കാരണം കൊടി മാറ്റിയത് SDPIയെ മറച്ചുവെക്കാനാണെന്ന് സ്മൃതി ഇറാനി പോലുള്ളവർ പറയുന്നത്. തീവ്രവാദ നിരോധിത സംഘടനയുടെ പിന്തുണയുണ്ട്, ആ പിന്തുണ മറച്ചുവെക്കാനെന്നുള്ളതാണ്. അത് ഇവിടെ വെച്ച് വയനാട്ടിൽ വെച്ച് പറയുമ്പോൾ അത് അമേഠിയിലോ അല്ലെങ്കിൽ മറ്റ് ഇന്ത്യയിലെല്ലാം വടക്കേ ഇന്ത്യയിലെ മുഴുവൻ മണ്ഡലങ്ങളിലും ചർച്ചയാക്കാൻ BJP ലക്ഷ്യമിട്ടതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത് തള്ളിപ്പറയേണ്ടി വന്നത്. പക്ഷേ എന്നാൽ തള്ളിപ്പറഞ്ഞെങ്കിലും UDF നേതാക്കൾ രഹസ്യമായി SDPI നേതാക്കളുമായി സംഭാഷണത്തിലായിരിക്കും എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. SDPIയുടെ ചില നേതാക്കളുമായി സംസാരിച്ച സമയത്ത് അതൊക്കെ പരസ്യ പ്രസ്താവനയല്ലേ എന്നുള്ളതാണ് പറയുന്നത്. നേരത്തെ അഷ്റഫ് മൗലവി തന്നെ 24നോട് പറയുന്നതിൽ അവർ ചൊല്ലിട്ടിട്ടില്ല അല്ലെങ്കിൽ ആ കമ്പ് ഒടിച്ചിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. ചിലപ്പോൾ അവരുടെ സംസ്ഥാന കമ്മിറ്റി ഈ ആഴ്ചയിൽ തന്നെ ചേർന്ന് ഒരു തീരുമാനം പ്രഖ്യാപിച്ചേക്കാം, മനസാക്ഷി വോട്ട് ചിലപ്പോൾ പറഞ്ഞേക്കാം. ഏതായാലും കേഡർ വോട്ടിനെ UDF വലിയ രീതിയിൽ പരിഗണിക്കുന്നുണ്ട് എന്നുള്ളത് തീർച്ചയാണ്. അതുകൊണ്ട് തന്നെയാണ് വലിയ കൂടിയാലോചനയ്ക്ക് ശേഷം ഈ തള്ളിപ്പറയൽ ഉണ്ടായത് എന്നുള്ളത് വ്യക്തമാണ്. ആഷ്മി ദിലീപ് തുടരുന്നു. ദിലീപ്, നേരത്തെയും ഇത്തരത്തിൽ ജമാഅത്ത് ഇസ്ലാമി വോട്ടാവട്ടെ RSS വോട്ടാവട്ടെ ചർച്ചകൾ ഉണ്ടായിട്ടുള്ളതാണ്. അപ്പോഴൊക്കെ എല്ലാവരുടെയും വോട്ട് ഞങ്ങൾ വേണമെന്ന് UDF മാത്രമല്ല LDFും നിലപാട് സ്വീകരിച്ചവരാണ്. ഏതെങ്കിലും തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഇന്ന വോട്ട് ഞങ്ങൾക്ക് വേണ്ടതില്ല എന്നാരും പറയുന്നതല്ല എന്ന് LDF നേതാക്കൾ തന്നെ പല ആവർത്തി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ദിലീപ്, ഇലക്ഷൻ്റെ ഈ സമയത്ത് ഇപ്പോൾ NK പ്രേമചന്ദ്രൻ പറയുകയാണ്, ഇപ്പോൾ ഇലക്ഷൻ പ്രഖ്യാപിക്കുമ്പോൾ പല പാർട്ടികളും പലർക്കും പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുമെന്ന് പറയുകയാണ്. അപ്പോൾ സ്ഥാനാർത്ഥികൾക്ക് വോട്ട് അതിപ്രധാനമാണ്. അതിപ്പോൾ ആരുടെ വോട്ടാണെങ്കിലും ജയിക്കാൻ വോട്ട് വേണം, വോട്ട് അതിപ്രധാനമാണ്. അതുകൊണ്ട് പിന്തുണ വേണ്ട എന്ന ഒരൊറ്റ വാർത്താ സമ്മേളന പ്രഖ്യാപനത്തിൽ തീരുന്നതാണോ ആ പ്രശ്നം? ദിലീപ്, ഹാഷ്മി, നേരത്തെ കേരളം കണ്ടിട്ടുള്ള രാഷ്ട്രീയ പരീക്ഷണങ്ങളിൽ ഒന്നായിരുന്നു കോലീബി സഖ്യം, കോൺഗ്രസ് ലീഗ് BJP സഖ്യം. വടകരയിലും ബേപ്പൂരിലും BJP അനുഭാവമുള്ള സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കുക, മറ്റിടങ്ങളിൽ BJP വോട്ടുകൾ കോൺഗ്രസിനും ലീഗിനും ചെയ്യുക എന്ന തരത്തിലുള്ള ഒരു രാഷ്ട്രീയ പരീക്ഷണം കേരളം കാണുകയും അതിൻ്റെ പേരിൽ പിന്നീട് കോൺഗ്രസും ലീഗും വലിയ തോതിൽ വിമർശനത്തിന് വിധേയരാവുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ പിന്തുണ SDPI പിന്തുണ പ്രഖ്യാപിച്ചതോടുകൂടി അത്തരം ആരോപണം കൂടുതൽ സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് രംഗത്ത് ചർച്ചയാക്കുന്നതിനാണ് LDF തീരുമാനിച്ചിരുന്നത്. പ്രത്യേകിച്ച് CPM നേതാക്കൾ ആ നിലയിലുള്ള പ്രതികരണങ്ങൾ നടത്തുകയും ചെയ്തിരുന്നു. BJP ആകട്ടെ ദേശീയ തലത്തിൽ ഈ SDPയുമായുള്ള സഹകരണം അത് വർഗീയ ശക്തികൾക്ക് പിന്നാലെ മുസ്ലിം വർഗീയതയ്ക്ക് കോൺഗ്രസ് കീഴ്പ്പെടുത്തുന്നു എന്ന തരത്തിലുള്ള പ്രചരണം ശക്തിപ്പെടുത്തുന്നതിനുള്ള തീരുമാനം BJP കേന്ദ്രങ്ങളിൽ നിന്നും ഉണ്ടായി. അത് BJP വക്താക്കളായ സ്മൃതി ഇറാനി, പ്രകാശ് ജാവ്ദേക്കർ, വിനോദ് താവ്ഡെ തുടങ്ങിയവരൊക്കെ ഈ സംസ്ഥാനത്തെ SDPയുമായുള്ള അവരുടെ പിന്തുണ സ്വീകരിക്കലിനെ ആ നിലയിലുള്ള വിമർശനമായിരുന്നു ഉന്നയിച്ചിരുന്നത്. പക്ഷേ ഇതിലെ അപകടം തിരിച്ചറിഞ്ഞ കോൺഗ്രസ് ഹൈക്കമാൻഡാണ് അത് ദേശീയ തലത്തിൽ കോൺഗ്രസിന് തിരിച്ചടിയായേക്കും എന്നവർ കണക്കുകൂട്ടുകയും അതുകൊണ്ട് തന്നെ SDPI പിന്തുണയെ പരസ്യമായി തള്ളിപ്പറയണം എന്ന നിർദ്ദേശം സംസ്ഥാനത്തെ കോൺഗ്രസ് നേതാക്കൾക്ക് നൽകുകയും ചെയ്തത്. കോൺഗ്രസ് നേതാക്കൾ UDFിലെ മറ്റ് ഘടകകക്ഷി നേതാക്കളുമായി പ്രത്യേകിച്ച് മുസ്ലിം ലീഗ് നേതൃത്വവുമായൊക്കെ വിശദമായ ചർച്ച നടത്തിയതിനു ശേഷമാണ് ഈ നിലയിലുള്ള ഒരു പരസ്യ പ്രഖ്യാപനത്തിലേക്ക് എത്തിയത്. അതേസമയം SDPI ആകട്ടെ ഇപ്പോഴും ആ പരസ്യ പിന്തുണ പിൻവലിക്കാൻ തയ്യാറായിട്ടില്ല. അവർ സംസ്ഥാന കമ്മിറ്റി ചേർന്ന് ചർച്ച ചെയ്യുമെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ SDPയുടെ വോട്ടുകൾ UDFിന് തന്നെ പോകുന്നതിനും അവരുടെ മുൻ തീരുമാനത്തിനും തന്നെയാണ് സാധ്യത. പക്ഷേ കോൺഗ്രസ് നേതൃത്വം അവരുടെ പിന്തുണ വേണ്ട എന്ന നിലപാടിലേക്ക് ആ നിലയിൽ പരസ്യമായി തന്നെ തള്ളിപ്പറഞ്ഞുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നു. നേരത്തെ മുസ്ലിം ലീഗിലെ പല നേതാക്കളും സമാനമായി തെരഞ്ഞെടുപ്പ് വേളയിലൊക്കെ MK മുനീർ, KM ഷാജി അടക്കമുള്ള നേതാക്കളൊക്കെ SDPയുടെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും വോട്ടുകൾ വേണ്ടെന്ന് വെച്ചിരുന്നവരാണ്. പക്ഷേ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ജമാഅത്തെ ഇസ്ലാമിയുടെയൊക്കെ പിന്തുണ സ്വീകരിക്കുന്നതിന് ഈ നേതാക്കൾക്ക് വിമുഖതയുണ്ടായിരുന്നില്ല. കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ 9 സീറ്റിലാണ് സംസ്ഥാനത്ത് SDPI മത്സരിച്ചിരുന്നത്. അവർക്ക് സ്വാധീനമുള്ള ചില പ്രദേശങ്ങൾ, ചില മേഖലകളൊക്കെ ഉണ്ട്. അതൊക്കെ മുസ്ലിം ലീഗ് നേതൃത്വത്തിനും സംസ്ഥാനത്തെ UDF നേതൃത്വത്തിനുമൊക്കെ അറിയാം. അത് അവരേതായാലും ഈ മണ്ഡലങ്ങളിലുള്ള അവരുടെ പിന്തുണ അത് വളരെ സഹായകമാകും എന്ന് UDF നേതൃത്വം കണക്കുകൂട്ടുകയും ചെയ്തിരുന്നു. സംസ്ഥാനത്തെ കോൺഗ്രസ് നേതാക്കളൊക്കെ ആ പ്രതികരണങ്ങൾ, കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ പ്രതികരണങ്ങളും SDPI പിന്തുണയെ സ്വാഗതം ചെയ്തുകൊണ്ടുള്ളതായിരുന്നു. പക്ഷേ മുസ്ലിം ലീഗ് നേതൃത്വമാകട്ടെ ഇക്കാര്യത്തിലൊരു പരസ്യ പ്രതികരണത്തിന് തയ്യാറായിരുന്നതുമില്ല. ഇന്നിപ്പോൾ ഏതായാലും ഈ പിന്തുണ വേണ്ട, SDPI പിന്തുണ വേണ്ട എന്ന നിലപാട് പരസ്യമായി കാര്യം SDPI പിന്തുണ തള്ളിപ്പറഞ്ഞുകൊണ്ട് കോൺഗ്രസ് നേതാക്കളും UDF നേതാക്കളും രംഗത്തെത്തിയിരിക്കുകയാണ്. ദിലീപ് കുമാറും ദീപക് ധർമ്മടമാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ ഇവിടെ K മുരളീധരൻ പറയുന്നത് വോട്ടർ പട്ടികയിൽ പേരുള്ള ആരുടെ വോട്ടും സ്വീകരിക്കും. പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് പാർട്ടിയുടെ നയമാണ്, ആര് വോട്ട് എന്നാലും വാങ്ങും, പക്ഷേ നയത്തിൽ മാറ്റമില്ല. ശിവൻകുട്ടി SDPയുടെ വോട്ട് വാങ്ങിയാണ് ജയിച്ചത്. അതേ SDPI തന്നെയാണ് കോൺഗ്രസിന് പിന്തുണ പ്രഖ്യാപിച്ചത്. അതിനെന്തിനാണ് എതിർക്കുന്നത് ചോദിക്കുകയാണ് K മുരളീധരൻ. മുഖ്യമന്ത്രിക്ക് പ്രത്യേക മാനസികാവസ്ഥ എന്നൊക്കെ പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ഇത് ഒരു തെരഞ്ഞെടുപ്പ് കാലമാണ്.
അതിൽ ഓരോ വോട്ടും അതിനിർണായകമാണ്. അത് ആ സമയത്ത് ഒരു പക്ഷേ ആ വോട്ട് ഏത് ഭാഗത്ത് എങ്ങനെ വരുന്നു എന്ന് സ്ഥാനാർത്ഥിക്ക് ആലോചിക്കാൻ കഴിയില്ല. കാര്യം ഓരോ വോട്ടും അതിനിർണായകമാകുമ്പോൾ കെ മുരളീധരനെയും എൻ കെ പ്രേമചന്ദ്രനും കുറ്റം പറയാനും പറ്റില്ല ആ വിഷയത്തിൽ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ SDPI പിന്തുണ തള്ളുന്നില്ല കൊല്ലത്ത് UDF സ്ഥാനാർത്ഥി എൻ കെ പ്രേമചന്ദ്രൻ. പിന്തുണ വേണ്ട എന്ന് UDF തീരുമാനിച്ചോ എന്ന കാര്യം തനിക്കറിയില്ല. മതേതര സർക്കാർ അധികാരത്തിലെത്താൻ പല സംഘടനകളും പിന്തുണ പ്രഖ്യാപിക്കും. UDF തീരുമാനത്തിനൊപ്പം ഉണ്ടോ എന്ന ചോദ്യത്തിന് ആലോചിച്ച് പറയാം എന്നാണ് എൻ കെ പ്രേമചന്ദ്രന്റെ മറുപടി. എനിക്കറിയില്ല UDF അങ്ങനെ തീരുമാനിച്ചിട്ടുണ്ടോ എന്നതിനെ സംബന്ധിച്ച് എനിക്കറിയില്ല. ഇതൊക്കെ അതാത് സംഘടനകൾ അവർ ഓരോ കാലഘട്ടത്തിന്റെയും രാഷ്ട്രീയമനുസരിച്ച് സ്വീകരിക്കുന്ന നിലപാടുകളാണ്. എനിക്കറിയില്ല അത് UDF അങ്ങനെ തീരുമാനിച്ചിട്ടുണ്ടോ എന്നതിനെ സംബന്ധിച്ച് അറിയില്ല. എന്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം വ്യത്യസ്തമാണ്. UDF അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ പറയാം. എന്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിൽക്കുമ്പോൾ ഒരു സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യാനുള്ള അവകാശവും അത് പ്രഖ്യാപിക്കാനുള്ള അവകാശവും ഏതൊരു സംഘടനയ്ക്കുമുണ്ട്. അതങ്ങനെ തന്നെയാണ്. ഏതെങ്കിലും ഒരു സംഘടനയോടോ ഏതെങ്കിലും ആൾക്കാരുടെ വോട്ട് ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ടുള്ളവരുണ്ട്, ഇല്ലാന്നല്ല. പക്ഷേ അത് പൊതുവേ തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരു സ്ഥാനാർത്ഥിയും പറയാൻ സാധ്യതയില്ലാത്തതാണ്. അതുകൊണ്ട് തന്നെ കെ മുരളീധരൻ എൻ കെ പ്രേമചന്ദ്രനും ആ നിലപാട് സ്വീകരിക്കുന്നതിൽ അത്ഭുതമില്ല താനും. രാഹുൽ ഗാന്ധിക്ക് നിരോധിത തീവ്രവാദ സംഘടനയുടെ പിന്തുണ എന്ന് കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി പറയുന്നു. ഇത് മറച്ചുവെക്കാനാണ് റോഡ് ഷോയിൽ കൊടി ഒഴിവാക്കിയത്. വയനാട്ടിൽ അമേഠി ആവർത്തിക്കുമെന്നും സ്മൃതി ഇറാനി പറയുന്നു. जैसी आतंकवादी संगठन के बैन के बावजूद PFI के पॉलिटिकल लीडरशिप से राहुल गांधी समर्थन अपने चुनाव के लिए ले रहे हैं। आज नॉमिनेशन में हम सब जानते हैं कि एक प्रत्याशी को, एक कैंडिडेट को ओथ ऑफ एलिजेंस टू द इंडियन कॉन्स्टिट्यूशन लेने की दरकार पड़ती है। तो राहुल गांधी संविधान के प्रति अपने ओथ को झुटला चुके हैं जब उन्होंने PFI की पॉलिटिकल लीडरशिप से समर्थन अपने चुनाव के लिए लिया। मुस्लिम लीग के समर्थन से अगर राहुल गांधी इतने शर्मसार हैं कि अपनी नॉमिनेशन रैली में मुस्लिम लीग का वो ध्वज छिपा रहे हैं. അജ്മൽ കുമ്പളത്ത് പറയുകയാണ്, ഒരു SDPI വേണ്ട, UDF ഒരുപാട് വോട്ടർമാർ ഇവിടെ ഉണ്ട്, വെറുതെ ഒരു വിഷയം ചർച്ചയുടെ തന്നെ ആവശ്യമില്ല എന്ന് അജ്മൽ പറയുകയാണ്. ഷഫീഖ് പറയുന്നു, ഒരു പാർട്ടിയും ഇല്ല, പക്ഷേ SDPI പറയുന്നിടത്ത് വോട്ട് ചെയ്യും, നിലപാടുള്ള പാർട്ടിയാണ് SDPI എന്ന് പറയുന്നു. അപ്പോൾ നമ്മുടെ പ്രേക്ഷകരാണ്, അവരുടെ ഓരോരോ അഭിപ്രായമാണ് സ്വാഭാവികമായും നമ്മുടെ കമൻറ്റ് ബോക്സിൽ വരുന്നുണ്ട്. ജോ, പ്രശ്നമായപ്പോൾ SDPI വോട്ട് വേണ്ട എന്ന് കോൺഗ്രസ് പറയുന്നത് വെറും ഡ്രാമയാണ് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഓരോരോ ആ വിഷയത്തിൽ ഓരോരോ നിലപാട് പറയുന്നുണ്ട് നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർ. അപ്പോൾ സംസ്ഥാനത്ത് നാമനിർദ്ദേശ പത്രിക സമർപ്പണം തുടരുകയാണ്. ഉച്ചതിരിഞ്ഞാണ് അവസാന തീയതി. അപ്പോൾ ഉച്ചതിരിഞ്ഞ് 3 മണിക്ക് സമയപരിധി അവസാനിക്കുന്നു. AM ആരിഫ്, രമ്യ ഹരിദാസ്, രാജീവ് ചന്ദ്രശേഖരൻ, KC വേണുഗോപാൽ തുടങ്ങിയവർ പത്രിക സമർപ്പിച്ചു. ഇതിനോടകം വയനാട്ടിൽ K സുരേന്ദ്രന്റെയും തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖരുടെയും റോഡ് ഷോയിൽ കേന്ദ്രമന്ത്രിമാരായ സ്മൃതി ഇറാനിയും S ജയശങ്കറും പങ്കെടുത്തു. നാളെയാണ് പത്രികകളുടെ സൂക്ഷ്മ പരിശോധന. അലക്സ് മുഹമ്മദ് വാർത്തയുടെ ഏറ്റവും പുതിയ വിവരങ്ങൾ വെച്ചിരുന്നു. അലക്സ്, ഈ പറയുന്ന സ്ഥലങ്ങളിലൊക്കെ പത്രികാ സമർപ്പണം റോഡ് ഷോയോടുകൂടി ഒരു പ്രചാരണ ശക്തി പ്രകടനമാക്കി മാറ്റുന്നുണ്ട് സ്ഥാനാർത്ഥികൾ. അലക്സ്, എല്ലായിടത്തും, ഒട്ടുമിക്ക എല്ലായിടത്തും. ഹാഷ്മി, തീർച്ചയായും നിസ്സംശയം പറയാം. അതായത് ആ പ്രകടനം തന്നെ, അതായത് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ എത്തുന്ന പ്രകടനം തന്നെ അത് തങ്ങളുടെ രാഷ്ട്രീയ ശക്തി പ്രകടനമായി മുന്നണികളും അതുപോലെ രാഷ്ട്രീയ പാർട്ടികളും കാണിക്കുന്നു എന്നുള്ളതാണ്. ഇന്നും സമാനമായിരുന്നു സംസ്ഥാനത്തെ വിവിധയിടങ്ങളിൽ നിന്നുള്ള കാഴ്ച. ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ ഇനി 1.5 മണിക്കൂർ കൂടിയാണ് ശേഷിക്കുന്നത്. പ്രധാനപ്പെട്ട മുന്നണികളുടെ സ്ഥാനാർത്ഥികളൊക്കെ ഇന്ന് രാവിലെ ഈ സമയം വരെയൊക്കെ അതാത് കളക്ടറേറ്റുകളിൽ അതാത് ബന്ധപ്പെട്ട വരണാധികാരികൾക്ക് മുന്നിലെത്തി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിട്ടുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വയനാട് NDA സ്ഥാനാർത്ഥിയായ K സുരേന്ദ്രന്റെ ഒപ്പം തിരുവനന്തപുരത്ത് NDA സ്ഥാനാർത്ഥിയായ രാജീവ് ചന്ദ്രശേഖരന്റെ ഒപ്പം 2 കേന്ദ്രമന്ത്രിമാർ കൂടി ഈ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ അവർ അനുഗമിച്ചു എന്നുള്ളതാണ്. വലിയ റോഡ് ഷോയുടെ അകമ്പടിയോടുകൂടിയായിരുന്നു ഈ നേതാക്കൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനെത്തിയത്. BJP സംസ്ഥാന അധ്യക്ഷൻ മത്സരിക്കുന്ന വയനാട്ടിൽ സ്മൃതി ഇറാനി, കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി റോഡ് ഷോയിൽ പങ്കെടുത്തു. സ്മൃതി ഇറാനി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ അദ്ദേഹത്തോടൊപ്പം എത്തി. അതുപോലെ തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖരനൊപ്പം കേന്ദ്ര വിദേശകാര്യമന്ത്രി S ജയശങ്കറാണ് റോഡ് ഷോയിൽ പങ്കെടുത്തത്. എത്രത്തോളമാണ് BJP സംസ്ഥാനത്തെ ചില മണ്ഡലങ്ങളിൽ വോട്ട് ശതമാനം വർദ്ധിപ്പിക്കാനും അവിടെ വിജയിച്ചു കയറാനും BJP ലക്ഷ്യമിട്ടിരിക്കുന്നതെന്ന് ഇതിൽ നിന്ന് വ്യക്തമാണ്. മറ്റുള്ള കാര്യങ്ങൾ കൂടി പരിശോധിച്ചാൽ തൃശൂരിൽ NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപി ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. സമാനമായി തന്നെ വലിയ പ്രകടനമായി എത്തിയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. തിരുവനന്തപുരത്ത് NDA സ്ഥാനാർത്ഥി നേരത്തെ സൂചിപ്പിച്ചുള്ള രാജീവ് ചന്ദ്രശേഖർ നാമനിർദ്ദേശ പത്രിക ഇന്ന് സമർപ്പിച്ചിട്ടുണ്ട്. 3 സെറ്റ് നാമനിർദ്ദേശ പത്രികയാണ് രാജീവ് ചന്ദ്രശേഖർ സമർപ്പിച്ചത്. ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ LDF സ്ഥാനാർത്ഥി AM ആരിഫും അതുപോലെ UDF സ്ഥാനാർത്ഥി KC വേണുഗോപാലും നാമനിർദ്ദേശ പത്രിക ഇന്ന് സമർപ്പിച്ചു. ആലത്തൂരിൽ UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസ് നാമനിർദ്ദേശ പത്രിക ഇന്ന് സമർപ്പിച്ചിട്ടുണ്ട്. പാലക്കാട്
NDA സ്ഥാനാർത്ഥി C. കൃഷ്ണകുമാർ നാമനിർദ്ദേശ പത്രിക നൽകി. ആറ്റിങ്ങലിലെ UDF സ്ഥാനാർത്ഥി അടൂർ പ്രകാശ് നേതാക്കൾക്കൊപ്പം തിരുവനന്തപുരം കളക്ടറേറ്റിൽ എത്തി വരണാധികാരി C. പ്രേംജിക്ക് മുമ്പാകെ നാമനിർദ്ദേശ പത്രിക നൽകി. അതുപോലെ വടകരയിൽ ഷാഫി പറമ്പിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. അതായത് സ്ത്രീകളുടെ ഒരു പ്രകടനത്തോടെ, വനിതകൾ മാത്രം പങ്കെടുക്കുന്ന ഒരു പ്രകടനത്തിന്റെ അകമ്പടിയോടെ ഷാഫി പറമ്പിൽ ഈ വടകരയിൽ എത്തി നാമനിർദ്ദേശ പത്രിക നൽകുകയായിരുന്നു. KK രമ, അച്ചു ഉമ്മൻ, N. വേണു, മുല്ലപ്പള്ളി രാമചന്ദ്രനും ഒക്കെ ഷാഫി പറമ്പലിനൊപ്പം ഉണ്ടായിരുന്നു. കൊല്ലം ലോക്സഭാ മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി NK പ്രേമചന്ദ്രനും ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിട്ടുണ്ട്. ഒപ്പം എറണാകുളത്തെ UDF സ്ഥാനാർത്ഥി ഹൈബി ഈഡനും ഇന്ന് പത്രിക നൽകിയിട്ടുണ്ട്. ഇനി പത്രിക സമർപ്പിക്കാൻ അവശേഷിക്കുന്നത് 1.5 മണിക്കൂറാണ്. നാളെയാണ് സൂക്ഷ്മ പരിശോധന. ഏപ്രിൽ 8-ന് ഇതുമായി ബന്ധപ്പെട്ട പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി കൂടെയാണ്. അപ്പോൾ 3 മണി വരെയാണ് സമയപരിധി. ഇപ്പോൾ ബാക്കി സ്ഥാനാർത്ഥികൾ കൂടി ഇന്ന് വളരെ പെട്ടെന്ന് പത്രികാ സമർപ്പണം. നല്ല ചൂടൊക്കെ ആണെങ്കിൽ കൂടിയും ആ ചൂടിനൊക്കെ അതിജീവിച്ച റോഡ് ഷോയിൽ കൂടി ശക്തി പ്രകടനമായാണ് മിക്ക സ്ഥാനാർത്ഥികളും പത്രികാ സമർപ്പണ വേദിയിലേക്ക് എത്തുന്നത്. ഒരു പ്രേക്ഷകൻ സലാം ചോദിക്കുന്നുണ്ടായിരുന്നു, കുട്ടികളെ കണ്ടുകിട്ടിയോ? എല്ലാവരും ഇലക്ഷൻ ചൂടില്ല, കുട്ടികളെ തരൂ എന്ന് പറയുകയാണ്. തൃശ്ശൂരിലാണ് 3 ആൺകുട്ടികളെ ഒമ്നിവാനിൽ തട്ടിക്കൊണ്ടു പോയതുള്ള പരാതി ഉണ്ടായത്. പട്ടിക്കാട് ആൽപ്പാറ കനാലും പുറത്ത് വെച്ച് രാവിലെ 9-നോട് സംഭവം. പക്ഷേ PG പോലീസ് പറയുന്നത് കുട്ടികളെ കാണാനായിട്ടുണ്ടെങ്കിൽ PG പോലീസിൽ പരാതിപ്പെടണം എന്ന് നേരത്തെ പറയുന്നുണ്ട്. അതിൻ്റെ ഫോളോ അപ്പ് എന്താണെന്ന് ഉറപ്പായും അന്വേഷിക്കാം പ്രിയപ്പെട്ട പ്രേക്ഷകരെ. വേറെ പ്രേക്ഷകൻ വൈശാഖ് പറയുന്നു, ആഷ്മി എരുതിയിൽ എണ്ണ വെച്ച പോലെ ആയിപ്പോയി, സമാധാനമായി പ്രതികരിക്കാമെന്ന അയാളെ കൊണ്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പറയിച്ചു. അങ്ങനെ ഉണ്ടായോ? അദ്ദേഹം സമാധാനമല്ല, നമ്മൾ സമാധാനപരമായ കാര്യങ്ങൾ ചോദിച്ചു, അദ്ദേഹം സമാധാനപരമായ കാര്യങ്ങൾ പറയുകയല്ലേ, അങ്ങനെ ഉണ്ടായോ? പൊതുസ്ഥലങ്ങളിൽ സ്ഥാപിച്ച തെരഞ്ഞെടുപ്പ് പ്രചരണ സാമഗ്രികളിൽ കരിയോയിലടിച്ച് ഇലക്ഷൻ കമ്മീഷന്റെ പ്രത്യേക സ്ക്വാഡ്. തൃശ്ശൂരിൽ അനധികൃത ബോർഡുകൾ നീക്കം ചെയ്യുന്നതിനിടെ കോൺഗ്രസ് പ്രവർത്തകരുമായി വാക്കേറ്റവും ഉണ്ടായി. തൃശൂരിൽ പൊതുസ്ഥലങ്ങൾ കയ്യേറി സ്ഥാപിച്ച പ്രചാരണ സാമഗ്രികൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രത്യേക സ്ക്വാഡ് നീക്കം ചെയ്യുന്നതിനിടെയാണ് തർക്കം. സർക്കാർ ഓഫീസിന്റെ മതിലിൽ സ്ഥാപിച്ച UDF സ്ഥാനാർത്ഥി K. മുരളീധരന്റെ പോസ്റ്ററുകളിൽ തെരഞ്ഞെടുപ്പ് നിരീക്ഷണ സംഘം കരിയോയിലടിച്ചു. പിന്നാലെ പ്രതിഷേധം. K. മുരളീധരന്റെ പോസ്റ്ററിന് തൊട്ടടുത്ത് സ്ഥാപിച്ചിരുന്ന BJP സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയുടെ ബോർഡുകൾ നീക്കം ചെയ്യാത്തതിനെ തുടർന്നാണ് കോൺഗ്രസ് പ്രവർത്തകരും ഉദ്യോഗസ്ഥരും തമ്മിൽ തർക്കമുണ്ടായത്. ഏകപക്ഷീയ നടപടിയാണ് സ്ക്വാഡിന്റേതെന്ന് പ്രവർത്തകർ ആരോപിച്ചു. ഉദ്യോഗസ്ഥർ അഴിച്ചുമാറ്റിയ സുരേഷ് ഗോപിയുടെ കട്ടൌട്ട് BJP പ്രവർത്തകർ പുനഃസ്ഥാപിച്ചു. സബ് കളക്ടറുടെ നേതൃത്വത്തിലാണ് പ്രത്യേക സ്ക്വാഡിന്റെ പ്രവർത്തനം. 24 തൃശൂർ. തൃശ്ശൂരിൽ നിന്ന് കാണാതായ കുട്ടികളെക്കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടുന്നവർ 0487-22844040 0487-228440 എന്ന നമ്പറിൽ ബന്ധപ്പെടണമെന്ന് PG പോലീസ് സ്റ്റേഷൻ പറയുന്നുണ്ട് കേട്ടോ. അതുകൂടെ ഞാൻ കൂട്ടത്തിൽ പറഞ്ഞാണ്. രമ്യ ചോദിക്കുകയാണ്, എൻ്റെ ഹാഷ്മി ബ്രോ എന്നായി ചൂട് കുറയുന്നതെന്ന്. ഒരു പിടുത്തവും ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കൊടുംചൂടാണ്. ഏതെങ്കിലും സമയത്ത് കുറയുന്നതിനെക്കുറിച്ചൊന്നും യാതൊരു ധാരണയില്ല. അങ്ങനെ കാര്യമായ വേനൽ മഴയെക്കുറിച്ചും കേൾക്കുന്നില്ല, അനുഭവിക്കുക തന്നെ. കാസർഗോഡ് BJP പൊട്ടിത്തെറി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ബഹിഷ്കരിക്കണമെന്നാവശ്യപ്പെട്ട് BJP കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ ജില്ലയിൽ രഹസ്യയോഗം ചേർന്നു. പാർട്ടിക്ക് വേണ്ടി ജീവൻ വെടിഞ്ഞവരെ അപമാനിച്ച നേതാക്കൾക്കെതിരെ നടപടി വേണം എന്നാണ് ആവശ്യം. 2020 കുമ്പള പഞ്ചായത്തിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പ് മുതലാണ് കാസർഗോഡ് BJPയിലെ ഭിന്നത. BJP പ്രവർത്തകരുടെ കൊലപാതകത്തിൽ പങ്കാളിയായ CPM കൗൺസിലറെ BJP കൗൺസിലർമാർ പിന്തുണച്ചതാണ് തുടക്കം. BJP സംസ്ഥാന സെക്രട്ടറി K. ശ്രീകാന്ത്, മേഖലാ പ്രസിഡന്റ് സുരേഷ് കുമാർ ഷെട്ടി, ജില്ലാ ജനറൽ സെക്രട്ടറി മണികണ്ഠ റായ് എന്നിവരാണ് പിന്തുണ നൽകാൻ ആവശ്യപ്പെട്ടതെന്നാണ് ആക്ഷേപം. ഇതിനെതിരെ വ്യാപക പ്രതിഷേധമുണ്ടായിട്ടും നേതാക്കൾക്കെതിരെ നേതൃത്വം നടപടിയെടുത്തില്ലെന്നാണ് വിമത വിഭാഗത്തിന്റെ പരാതി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നോട്ടയ്ക്ക് വോട്ട് ചെയ്യാനാണ് തീരുമാനം. വോട്ട് ബഹിഷ്കരിക്കാനാവശ്യപ്പെട്ട് കാസർഗോഡ് മുനിസിപ്പാലിറ്റിയിലെ BJP കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ ജില്ലയിൽ രഹസ്യയോഗം ചേർന്നു. ഇന്നലെ രാത്രി JP നഗറിൽ ചേർന്ന യോഗത്തിൽ സ്ത്രീകളുൾപ്പെടെ 100-ലധികം പ്രവർത്തകർ പങ്കെടുത്തു. വോട്ട് ബഹിഷ്കരണം ആവശ്യപ്പെട്ട് ഫൈറ്റ് ഫോർ ജസ്റ്റിസ് എന്ന പേരിൽ വാട്സാപ്പ് കൂട്ടായ്മയും രംഗത്തുണ്ട്. 24 കാസർഗോഡ്. രൂക്ഷ വിമർശനമായി മുഖ്യമന്ത്രി. തെരഞ്ഞെടുപ്പ് കാലമാണ്. വയനാട്ടിൽ രാഹുൽ ഗാന്ധിയുടെ റോഡ് ഷോയിൽ നിന്ന് കൊടികൾ ഒഴിവാക്കിയത് കോൺഗ്രസിനെതിരെ ആയുധമാക്കുന്നു LDFും BJPയും. സ്വന്തം പാർട്ടി പതാക ഉയർത്തിപ്പിടിക്കാൻ പറ്റാത്ത പാർട്ടിയായി കോൺഗ്രസ് മാറി എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പരിഹസിക്കുന്നു. തീവ്രവാദ പിന്തുണ മറയ്ക്കാനാണ് കൊടികൾ ഒഴിവാക്കിയെന്നായിരുന്നു വയനാട്ടിലെ NDA സ്ഥാനാർത്ഥി K. സുരേന്ദ്രന്റെ വിമർശനം. കോൺഗ്രസ് എന്തു ചെയ്യണം എന്ന് തങ്ങൾ തീരുമാനിച്ചോളാം എന്നായിരുന്നു KC വേണുഗോപാലിന്റെ മറുപടി. ഇന്നലത്തെ രാഹുൽ ഗാന്ധിയുടെ റോഡ് ഷോയിൽ പിടിക്കാതെ പോയ കൊടിയിൽ പിടിച്ചാണ് ഇന്നത്തെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ വിവാദം. കോൺഗ്രസിനെ കടന്നാക്രമിക്കുകയായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ.
കോൺഗ്രസ് ത്രിവർണ്ണ പതാക ഉപേക്ഷിക്കണമെന്ന സംഘപരിവാറിന്റെ ആവശ്യം നേതാക്കൾ ഏറ്റെടുക്കുകയാണോ എന്നും മുഖ്യമന്ത്രി. സ്വന്തം പാർട്ടി പതാക അവിടെ എവിടെയും കണ്ടില്ല എന്നുള്ളത്. ഇവർക്കെല്ലാം എന്തുകൊണ്ടാണ് കോൺഗ്രസ് പതാക തൊട്ടുകൂടാത്തതായത്? തീവ്രവാദ പിന്തുണ മറയ്ക്കാനാണ് കൊടികൾ ഒഴിവാക്കിയതെന്നായിരുന്നു വയനാട്ടിലെ NDA സ്ഥാനാർത്ഥി കെ സുരേന്ദ്രന്റെ വിമർശനം. വടക്കേ ഇന്ത്യയിലെ വോട്ടർമാരോട് ഞാൻ PFIയുടെ കൂടെയാണ് മത്സരിക്കുന്നതെന്ന് അറിയിക്കാൻ രാഹുൽ ഗാന്ധി ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ജനങ്ങൾ ഇതെല്ലാം കാണുന്നുണ്ട്. രാഹുൽ ഗാന്ധി തീവ്രവാദികളുടെ അടക്കം പിന്തുണയോടുകൂടിയാണ് ഇത്തവണ മത്സരിക്കുന്നത്. കോൺഗ്രസ് പാർട്ടിയുടെ കാര്യങ്ങളിൽ മുഖ്യമന്ത്രിയുടെ ഉപദേശം വേണ്ടെന്നായിരുന്നു AICC ജനറൽ സെക്രട്ടറിയും ആലപ്പുഴയിലെ UDF സ്ഥാനാർത്ഥിയുമായ KC വേണുഗോപാലിന്റെ മറുപടി. മുഖ്യമന്ത്രിയുടെ ഒറ്റ പരിപാടിയേ ഉള്ളൂ, രാഹുൽ ഗാന്ധിയെ വിമർശിക്കുക. മോഡിയെക്കുറിച്ച് അക്ഷരം പറയാൻ അദ്ദേഹത്തിന് പറ്റില്ല. ഞങ്ങളുടെ പാർട്ടിയുടെ പരിപാടികൾ, ഞങ്ങളുടെ പാർട്ടിയുടെ പ്രോഗ്രാമൊക്കെ ഞങ്ങൾ തീരുമാനിക്കും. മുഖ്യമന്ത്രി അഡ്വൈസ് ഞങ്ങൾക്ക് വേണ്ട. പിന്നാലെ കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനിയും കടുത്ത വിമർശനവുമായി എത്തി. കഴിഞ്ഞ തവണ വയനാട്ടിലെ രാഹുൽ ഗാന്ധിയുടെ റോഡ് ഷോയിൽ മുസ്ലിം ലീഗിന്റെ കൊടി പിടിച്ചതാണ് വിവാദമായത്. വയനാട്ടിൽ നിന്നും ദീപക് ധർമ്മടം, 24. അപ്പോൾ തെരഞ്ഞെടുപ്പാണ്, പല ആരോപണങ്ങൾ, പ്രത്യാരോപണങ്ങൾ, തർക്കങ്ങൾ, വാക്ക് തർക്കങ്ങൾ, എന്താണ് കുതന്ത്രങ്ങളൊക്കെ നമുക്ക് കാണേണ്ടി വരും ദിവസങ്ങളിൽ. അത് നമുക്ക് കാത്തിരുന്ന് കാണാം. ഇനിയിപ്പോൾ കൃത്യം 20-ാം നാൾ കേരളം പോളിംഗ് ബൂത്തിലാണ് കേട്ടോ. ഇതാ ഇപ്പോൾ വരുന്നൊരു കാലാവസ്ഥാ പ്രവചനം. കള്ളക്കടൽ പ്രതിഭാസത്തിൻ്റെ ഭാഗമായി കേരള തീരത്ത് ഇന്ന് രാത്രി 11:30 വരെ വലിയ 0.5 മുതൽ 1.2 മീറ്റർ വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ട് എന്ന് പറയുകയാണ് എന്ന് ഒരു കാലാവസ്ഥാ പ്രവചനം വരുന്നുണ്ട്. ചൂടിനെക്കുറിച്ച്, മഴയെക്കുറിച്ചുള്ള പ്രവചനം അല്പസമയത്തിനും വരും എന്ന് പ്രതീക്ഷിക്കും. എന്തായാലും നല്ല കൊടുംചൂടാണ്. ഇപ്പോൾ വരുന്ന വാർത്ത, ലഡാക്കിൽ സൈനിക ഹെലികോപ്റ്റർ അടിയന്തരമായി ഇറക്കിയെന്നുള്ളതാണ്. വ്യോമസേനയുടെ അപ്പാച്ചെ ഹെലികോപ്റ്ററാണ് ഇറക്കിയത്. സാങ്കേതിക പിഴവിനെ തുടർന്നാണ് നടപടി. എന്തായാലും പൈലറ്റുമാർ സുരക്ഷിതരാണ് എന്ന് സേനാ വൃത്തങ്ങൾ അറിയിക്കുകയുമാണ്. അടിമുടി ദുരൂഹത. അരുണാചൽ പ്രദേശിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ ദമ്പതികളുടെയും സുഹൃത്തിൻ്റെയും മൃതദേഹങ്ങൾ തിരുവനന്തപുരത്ത് എത്തിച്ചു. വിമാനമാർഗമാണ് മൃതദേഹങ്ങൾ എത്തിച്ചത്. സംഭവത്തിൽ ബ്ലാക്ക് മാജിക് കേന്ദ്രങ്ങളെക്കുറിച്ച് അന്വേഷണം തുടരുകയാണ്. നവീനാണ് യാത്രകൾ ആസൂത്രണം ചെയ്തതെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. ഹരികൃഷ്ണൻ ഉങ്ങളുമായി ചേർന്നു. ഹരി, അന്യഗ്രഹത്തെക്കുറിച്ച്, അന്യഗ്രഹവാസങ്ങളെക്കുറിച്ച്, എങ്ങനെ അവിടെ എത്തിപ്പെടാമെന്നതിനെക്കുറിച്ചൊക്കെ ആഴത്തുള്ള പഠനങ്ങളും ബുക്കൊക്കെ ഡൗൺലോഡ് ചെയ്ത് പഠിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. എന്തൊക്കെയാണ് കേൾക്കുന്നത് ഹരി? ഹാഷ്മി, ഈ അരുണാചൽ പ്രദേശിൽ ഈ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച മൂവരുടെയും മൃതദേഹങ്ങൾ കേരളത്തിലേക്ക് എത്തിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം വിമാനത്താവളത്തിലാണ് ഇവരുടെ മൃതദേഹങ്ങൾ എത്തിച്ചത്. അല്പസമയത്തിനുള്ളിൽ തന്നെ ഈ തിരുവനന്തപുരത്ത്, അതായത് തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്ന ദേവി, അതേപോലെ തന്നെ ആര്യ എന്നിവരുടെ വീട്ടിലേക്ക് ഇവരുടെ മൃതദേഹങ്ങൾ എത്തിക്കും. ഈ നവീന്റെ മൃതദേഹം കോട്ടയത്തേക്ക് കൊണ്ടുപോകുമെന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. അതിനുശേഷം ഈ സംസ്കാരം ഇന്ന് വീട്ടുവളപ്പിൽ തന്നെ നടക്കും എന്നുള്ളതാണ്. ഈ കേസുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ നിതിൻ രാജ്, DCP നിതിൻ രാജ് പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ബ്ലാക്ക് മാജിക്കിന്റെ സാധ്യത ഒട്ടും തള്ളിക്കളയാൻ പറ്റില്ല എന്നുള്ളതാണ്. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലീഡ് എന്ന് പറയുന്നത്, ഇന്ന് ഈ ഇവർ ഹോട്ടലിൽ നിന്ന് ഈ പ്ലേറ്റുകൾ, അതായത് ആഹാരം കഴിച്ച പ്ലേറ്റിൽ നിന്ന് മുടി അടക്കമുള്ള കാര്യങ്ങൾ കണ്ടെത്തിയിരുന്നു എന്നുള്ളതാണ്. ഈ സീറോയ്ക്ക് സമീപം, അതായത് ഇവർ ഈ അരുണാചലിൽ താമസിച്ചിരുന്ന ഈ ഹോട്ടലിന് സമീപം ബ്ലാക്ക് മാജിക്കുമായി ബന്ധപ്പെട്ട ഘടകങ്ങൾ ഉണ്ടോ എന്നതാണ് അന്വേഷണ സംഘം വിശദമായി പരിശോധിക്കുന്നത്. ഇതിനെ ഈ ഇറ്റാനഗറിലെ SP-യുടെ നേതൃത്വത്തിൽ 5-അംഗ സംഘത്തെ അരുണാചലിൽ രൂപീകരിച്ചിട്ടുണ്ട്. അവർ ഈ കേരളത്തിലേക്കും ഇത്തരത്തിൽ അന്വേഷണം വ്യാപിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിന് ഈ സംഭവത്തിന് ഈ ബ്ലാക്ക് മാജിക്കുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ളതിൽ വ്യക്തമായ തെളിവുകൾ ഇതുവരെ പോലീസിന് ലഭിച്ചിട്ടില്ല. പക്ഷെ അത് കാര്യമായി തന്നെ പരിശോധിക്കുകയും ചെയ്യുന്നുണ്ട്. ഏതെങ്കിലും വിശ്വാസത്തിന്റെ അപ്പോൾ വലിയ വിദ്യാഭ്യാസമുള്ളവരാണ്, ലോകവിവരമുള്ളവരാണ്, എന്നിട്ടും എന്തിൻ്റെയൊക്കെയോ വഴിയിൽ എങ്ങനെയൊക്കെയോ പോയി എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് എന്ന അന്വേഷണത്തിൽ വ്യക്തമാകട്ടെ എന്നല്ല പറയാൻ കഴിയൂ. കഷ്ടമാണ് എന്തായാലും. 24 തെരഞ്ഞെടുപ്പ് സംവാദ പരിപാടി ഇവിടെ രാഷ്ട്രീയം പറയാം. ഇന്ന് ആലത്തൂർ മണ്ഡലത്തിലാണ്. വൈകിട്ട് 4 മണിക്ക് വടക്കഞ്ചേരി കമ്മ്യൂണിറ്റി ഹാളിന് അടുത്താണ് പരിപാടി. വിവരങ്ങളുമായി അനുജ രാജേഷ്, പരിപാടി അവതരിപ്പിക്കുന്ന അനുജ രാജേഷ്. അനുജ, കേരളം ഉറ്റുനോക്കുന്ന മണ്ഡലങ്ങളിലൊന്നായി ആലത്തൂർ മാറുന്നുണ്ട്. നല്ല കൊടിയ ചൂടാണ്. എങ്ങനെയാണ് അവിടുത്തെ പ്രചരണ ചൂട്? കൊടിയ ചൂടാണ്, അതിനൊരു സംശയമില്ല. കാരണം പാലക്കാടും ആലത്തൂരും ഒക്കെ മാർച്ചിൽ തന്നെ 43 ഡിഗ്രി സെൽഷ്യസ് കടന്ന 2 ഇടങ്ങളാണ്. അപ്പോൾ അവിടെയാണ് നമ്മൾ നിൽക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ ഹാഷ്മി പറഞ്ഞതുപോലെ തന്നെ കേരളം ഉറ്റുനോക്കുന്ന ഒരു മണ്ഡലമാണ് ആലത്തൂർ. ഇവിടെ രമ്യ ഹരിദാസും മന്ത്രി K രാധാകൃഷ്ണനും കൂടിയുള്ള പ്രധാനപ്പെട്ട മത്സരം നടക്കുന്ന ഇടം. അവിടെ രമ്യ ഹരിദാസിനെ സംബന്ധിച്ച് ഈ മണ്ഡലം കഴിഞ്ഞ തവണ 1.58 ലക്ഷത്തിൻ്റെ ഭൂരിപക്ഷത്തിൽ അവർ മണ്ഡലം നേടി എന്നുള്ളത് അത് അവർക്ക് പോലും അവിശ്വസനീയമായൊരു വിജയമായിരുന്നു. പക്ഷേ അതിനി നിലനിർത്തുക എന്നുള്ളത് അവരുടെ ഒരു പ്രസ്റ്റീജ് ഇഷ്യൂ ആകുമ്പോൾ
LDF കോട്ടയാണ്, അത് തിരിച്ചു പിടിക്കണം എന്നുള്ളത് LDFനെ സംബന്ധിച്ച് അവരുടെയും അഭിമാന പ്രശ്നമാണ്. അതുകൊണ്ട് അങ്ങനെ ഒരു അഭിമാന പോരാട്ടം LDF UDF തമ്മിൽ നടത്തുന്ന അഭിമാന പോരാട്ടമാണ് ആലത്തൂരിൽ നടക്കുന്നത്. രണ്ട് പേരും നമുക്കറിയാവുന്നതുപോലെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലൂടെയൊക്കെ രംഗത്തേക്ക് വന്നവരാണ്. ഇതുവരെ മത്സരിച്ച ഒരു തെരഞ്ഞെടുപ്പിലും രണ്ടുപേരും പരാജയപ്പെട്ടിട്ടില്ല. LDFനെ സംബന്ധിച്ച് ഏറ്റവും ക്ലീൻ ഇമേജുള്ള, ഏറ്റവും ജനകീയനായ നിലവിലെ CPIMലെ നേതാവ് മന്ത്രിയെ രംഗത്തിറക്കി, കെ രാധാകൃഷ്ണൻ രംഗത്തിറക്കുമ്പോൾ അവർക്ക് ഒരു സംശയവുമില്ല മണ്ഡലം തിരികെ പിടിക്കാൻ കഴിയുമെന്നുള്ള വലിയ ആത്മവിശ്വാസം, ഉറച്ച ആത്മവിശ്വാസം അവർക്കുണ്ട്. രമ്യ ഹരിദാസിനാകട്ടെ താൻ ഇപ്പോഴും പണ്ട് പാട്ടും പാടി ജയിച്ചതുപോലെ ഇപ്പോഴും ആ ഒരു സ്വാധീനമുണ്ട്, ജനസമ്മതിയുണ്ട് എന്നൊക്കെയുള്ള ആത്മവിശ്വാസത്തിൽ അവർ മുന്നേറുന്നു. പക്ഷേ കോൺഗ്രസിൽ അക്കാര്യത്തിലൊക്കെ ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. സുനിൽ കനകോല് തന്നെ സാധ്യതയില്ല എന്ന തരത്തിലേക്ക് വിലയിരുത്തലുകൾ നടത്തിയിട്ടുണ്ട്. അവിടെയാണ് ഈ രണ്ട് കൂട്ടരും തമ്മിലുള്ള പോരാട്ടം നടത്തുന്നത്. NDAയും ഇക്കുറി നമുക്കറിയാം BDJSന്റെ സീറ്റാണ്, അത് BJP പിടിച്ചെടുത്തു. ഡോക്ടർ സരസുവിനെ ഏറ്റവും അവസാന പട്ടികയിൽ, ഇപ്പോൾ കേരളത്തിൽ പ്രഖ്യാപിച്ച അവസാന പട്ടികയിൽ BJP പ്രഖ്യാപിക്കുകയും ചെയ്തു. അധ്യാപികയാണ്. അപ്പോൾ അവരും അവിടെ വലിയ പ്രതീക്ഷയിലാണ്. കാർഷിക മേഖലയാണ്, അതുകൊണ്ട് തന്നെ നെൽകർഷകരുടെ പ്രശ്നം, കൂടാതെ കുടിവെള്ള പ്രശ്നം, ഇതൊക്കെ ഏറ്റവും വലിയ പ്രശ്നമാകാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ്. ഇത് പാട്ടും പാടി രമ്യ ഹരിദാസ് ജയിക്കുമോ എന്നൊക്കെയുള്ള ചോദ്യത്തിന് നമ്മൾ ഉത്തരം കാത്തിരിക്കുന്നു. ഇന്ന് വൈകിട്ട് വടക്കഞ്ചേരി കമ്മ്യൂണിറ്റി ഹാളിന് സമീപത്താണ് നമ്മുടെ സംവാദം നടക്കാൻ പോകുന്നത്. ആ സംവാദത്തിൽ പങ്കെടുക്കാനായി നമുക്ക് ഈ പാർട്ടി പ്രതിനിധികൾ എത്തുന്നുണ്ട്. ഇന്നലെ പാലക്കാട് നടന്നതുപോലെയൊക്കെയുള്ള ഒരു വളരെ ആരോഗ്യകരമായ ഒരു സംവാദം നമ്മളോട് പ്രതീക്ഷിക്കുന്നുണ്ട്. സതീഷ് ചന്ദ്രൻ KPCC അംഗം, TM ശശി CPIMന്റെ പാലക്കാട് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം, അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബു BJPയുടെ സംസ്ഥാന കമ്മിറ്റി അംഗം, ഇങ്ങനെ ഈ 3 പാനലിസ്റ്റുകൾ നമുക്കൊപ്പം, കൂടാതെ പ്രബുദ്ധരായ വോട്ടേഴ്സും മറ്റ് അണികളുമൊക്കെ നമുക്കൊപ്പം ഉണ്ടാകും. അങ്ങനെ ഒരു ആരോഗ്യകരമായ സംവാദം 4 മണിക്ക് വടക്കഞ്ചേരിയിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നു. എല്ലാവരെയും അങ്ങോട്ടേക്ക് സ്വാഗതം ചെയ്യുന്നു. ഓക്കെ, ഗംഭീരമാവട്ടെ. എന്തായാലും അനുജ രാജേഷാണ് ഇന്ന് അവിടെ ഉള്ളത്. വടക്കഞ്ചേരി കമ്മ്യൂണിറ്റി ഹാളിനടുത്താണ് ആലത്തൂര്. ഇവിടെ രാഷ്ട്രീയം പറയാം എന്നുള്ള പരിപാടി. നമ്മൾ കാസർഗോഡ്, കണ്ണൂർ, വയനാടൊക്കെ അടങ്ങി ഒന്നാണ്. അപ്പോൾ നല്ല കൊടുംചൂടാണ്. അപ്പോൾ അതിൻ്റെ ബാക്കി ചൂട് അവിടെ എന്തായാലും ഉണ്ട്. അതിനേക്കാളൊക്കെ വെല്ലുന്ന രീതിയിലാണ് പ്രചരണ ചൂട്. അവിടെ കർണാടക വിജയപുരയിൽ കുഴൽക്കിണർ വീണ് 1.5 വയസ്സുകാരൻ രക്ഷപ്പെടുത്തുന്നു എന്നൊരു നല്ല വാർത്ത ഇപ്പോൾ വരുന്നുണ്ട്. കുഞ്ഞിനെ എടുത്തത് 20 മണിക്കൂർ ശേഷം കേട്ടോ. അനിൽ പാണ്ഡ്യത്ത് ചോദിക്കുന്നുണ്ട്, ഹാഷ്മി ഒരു സംശയം ചോദിച്ചോട്ടെ. ധൈര്യമായിട്ട് 1-2 സംശയം ചോദിക്കാൻ അറിയാവുന്നതാണ് പറയാം. അപ്പോൾ സംശയം അനിൽ പാണ്ഡ്യത്ത് ആ സംശയം ചോദിക്കുമ്പോഴേക്കും നമ്മൾ ജസ്റ്റ് ഒന്ന് മാർക്കറ്റിലേക്ക് പോകും. മാർക്കറ്റ് വ്യൂ സൂര്യശ്രീ. DBFS മാർക്കറ്റ് വ്യൂ സമർപ്പിക്കുന്നത് DBFS വെൽത്ത് മാനേജ്മെന്റ് ആൻഡ് നോൺ ബാങ്കിംഗ് ഫൈനാൻസ്. ഗുഡ് ആഫ്റ്റർനൂൺ. മാർക്കറ്റ് വ്യൂയിലേക്ക് സ്വാഗതം. ആദ്യം ബിസിനസ് ഹെഡ്ലൈൻസ്. റെക്കോർഡ് കുറിച്ച വിപണികൾ ചാഞ്ചാട്ടത്തിലേക്ക്. സെൻസെക്സ് 74,500-ലെത്തിയ ശേഷം ഏറിയും കുറഞ്ഞും വ്യാപാരം തുടരുന്നു. വിൽപ്പന സമ്മർദ്ദം തിരിച്ചടിയായി. നിഫ്റ്റി മിഡ് ക്യാപ് സൂചികകൾ ആദ്യമായി 50,000 കടന്നു. മികച്ച 4ാം പാദ ഫലത്തെ തുടർന്ന് HDFC ബാങ്ക് ഓഹരികൾ 3% നേട്ടം. ഡോളറിനെതിരെ രൂപ ദുർബലമായി. ബ്രെന്റ് ക്രൂഡ് വില ഉയർന്ന $89.7 റെക്കോർഡ് തിരുത്തിക്കുറിച്ച് സ്വർണ്ണവില കുതിക്കുന്നു. രാജ്യാന്തര വിപണികളിൽ ഔൺസിന് $2,298 സംസ്ഥാനത്തും റെക്കോർഡ് കടന്ന് സ്വർണം. പവന് 400 രൂപ കൂടി 51,680 രൂപയായി. ഗ്രാമിന് 6,460 രൂപ. ഏപ്രിലിലെ 4 ദിവസങ്ങളിൽ മാത്രം പവന് കൂടിയത് 800 രൂപ. രാജ്യത്തെ സേവന മേഖല 1.5 വർഷത്തെ ഏറ്റവും ഉയർന്ന നിരക്കിൽ. HSBC സൂചിക 61.2 ഉയർന്നു. ശക്തമായ ഡിമാൻഡും വിൽപ്പനയും ബിസിനസ് പ്രവർത്തനങ്ങൾ ഉത്തേജിപ്പിച്ചെന്ന് പ്രതിമാസ സർവേ. നടപ്പു വർഷം സീനിയർ ലെവൽ ജോലികൾക്ക് ശമ്പള വർധന ശരാശരി 20%-ലെത്തുമെന്ന റിപ്പോർട്ട്. സമ്പദ് വ്യവസ്ഥ മെച്ചപ്പെട്ടത് വിവിധ മേഖലകളിലെ ജീവനക്കാരുടെ വരുമാന വർധനയിലേക്ക് നയിക്കുമെന്ന് മൈക്കൽ പേജ് ഇന്ത്യ സാലറി ഗൈഡ്. ഡേറ്റ അനലിറ്റിക്സ്, ജനറേറ്റീവ് AI, മെഷീൻ ലേണിംഗ് വൈദഗ്ധ്യമുള്ള പ്രൊഫഷണലുകളുടെ ആവശ്യം കൂടുമെന്നും റിപ്പോർട്ട്. രാജ്യത്ത് ഇലക്ട്രിക് കാർ പ്ലാന്റിനായി സ്ഥലം തേടി ടെസ്ല മോട്ടോഴ്സ്. പദ്ധതിയിടുന്നത് $2 മുതൽ $3 വരെ ബില്യൺ ചെലവ് പ്രതീക്ഷിക്കുന്ന പ്ലാന്റിന്. മഹാരാഷ്ട്ര, ഗുജറാത്ത്, തമിഴ്നാട് സംസ്ഥാനങ്ങളിൽ സ്ഥല പരിശോധനയ്ക്ക് അമേരിക്കൻ സംഘം ഈ മാസം അവസാനത്തോടെ എത്തും. കൂടുതൽ പരിഗണന തുറമുഖ സൗകര്യമുള്ള സംസ്ഥാനങ്ങൾക്ക്.
ഇനി നിലവിലെ മാർക്കറ്റ് അനാലിസിസിലേക്കാണ്. രാവിലെ ഒരു റെക്കോർഡ് വേദിച്ച ഓഹരി വിപണിയിൽ പിന്നീടുള്ള മണിക്കൂറുകളിൽ വലിയ രീതിയിലുള്ള ഒരു ചാഞ്ചാട്ടം പ്രകടമായിരുന്നു. ഒരു വിൽപ്പന സമ്മർദ്ദമൊക്കെ തന്നെ നമുക്ക് വിപണിയിൽ നിന്ന് കാണാനായി സാധിച്ചു. അതിനുശേഷം ഏറെയും കുറഞ്ഞുമൊക്കെ ഏകദേശം ഒരു ചാഞ്ചാട്ടത്തിന്റെ നിലവിൽ ഇന്ത്യൻ ഓഹരി വിപണിയിൽ വ്യാപാരം നടക്കുന്നത്. ഇനി സൂചികകളിലേക്ക് പോവുകയാണെങ്കിൽ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ സൂചികയായ നിഫ്റ്റിയുടെ പല സൂചികളിലും ഒരു നെഗറ്റീവ് ഫീലിംഗ് ഒക്കെ വന്നിരുന്നു. അതിനുശേഷം നിലവിൽ ഒരു പോസിറ്റീവ് ഫീലിംഗിലാണ് നിലവിൽ ഇപ്പോൾ വ്യാപാരം നടക്കുന്നത്. നിഫ്റ്റി 50-ൽ 22,532 പോയിന്റിലാണ് ഇപ്പോൾ വ്യാപാരം നടക്കുന്നത്. 97 പോയിന്റ് ഉണർവിൽ 22,500 കടന്ന് ഇന്നത്തെ ഏറ്റവും ലോവസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് 22,303 എന്ന പോയിന്റാണ്. പക്ഷെ അതിനു മുന്നേ ഒക്കെ തന്നെ ഒരു ഓൾ ടൈം റെക്കോർഡ് എന്ന രീതിയിൽ 22,619 എന്ന പോയിന്റിലേക്കാണ് നിഫ്റ്റി എത്തിയിരുന്നത്. അതിനുശേഷമായിരുന്നു വിപണിയിൽ ഒരു വിൽപ്പന സമ്മർദ്ദമുണ്ടായത്. വീണ്ടും വിപണി ഒരു വാങ്ങലിന്റെ ഒക്കെ നിലയിലേക്ക് വന്ന് വിപണി തിരിച്ചു പിടിക്കുകയാണെന്ന് തന്നെ പറയാം. നിഫ്റ്റി ബാങ്കും നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസും ഇന്ന് ശക്തമായ ഒരു വാങ്ങലാണ് കാഴ്ചവെച്ചത്. നിഫ്റ്റി ബാങ്കിൽ ഇന്ന് 389 പോയിന്റ് ഉണർവിൽ 48,014 പോയിന്റിലാണ് നിലവിൽ വ്യാപാരം നടക്കുന്നത്. HDFC ബാങ്കിന്റെ ഓഹരികളാണ് ഇന്ന് ഈ ഒരു റാലിക്ക് നേട്ടം നൽകിയിരിക്കുന്നത്. ഏകദേശം ഒരു 3% നേട്ടം HDFC ബാങ്ക് ഓഹരികൾക്ക് മാത്രം ഇന്നുണ്ടായിരിക്കുന്നു. പ്രധാനമായും RBI പണനയ അവലോകന യോഗമൊക്കെ തന്നെ നിക്ഷേപകർ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ബാങ്ക് ഫിനാൻഷ്യൽ ഓഹരികളൊക്കെ തന്നെ ഒരു പോസിറ്റീവ് ഉണർവിലാണ് നിലവിൽ വ്യാപാരം നടക്കുന്നത്. ഇനി ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലേക്ക് പോവുകയാണെങ്കിൽ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ സൂചികയായ സെൻസെക്സും നമ്മൾ രാവിലെ കണ്ടതാണ്. ഒരു റെക്കോർഡൊക്കെ തന്നെ ഇട്ടിരുന്നു. അതിനുശേഷം വീണ്ടും ചെറിയൊരു വിൽപ്പന സമ്മർദ്ദം വിപണിയിൽ പ്രകടമായിരുന്നു. പക്ഷേ വീണ്ടും വിപണി തിരിച്ചെത്തിയിരിക്കുകയാണ്. 74,247 പോയിന്റിലാണ് നിലവിൽ സെൻസെക്സിൽ വ്യാപാരം നടക്കുന്നത്. അതായത് 359 പോയിന്റ് ഉണർവിലാണ് സെൻസെക്സിൽ വ്യാപാരം നടക്കുന്നത്. ഇനി നമുക്ക് DBFSന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ, നമ്മുടെ ഫിനാൻഷ്യൽ എക്സ്പെർട്ട് നമ്മളോടൊപ്പം ചേരുകയാണ്. ശ്രീ പോൾ തോമസ് ആണ്. ഗുഡ് ആഫ്റ്റർനൂൺ ശ്രീ പോൾ തോമസ്. മാർക്കറ്റിൽ നിലവിൽ ഒരു ചാഞ്ചാട്ടത്തിന്റെ പാതയിലേക്കൊക്കെ തിരിച്ചെത്തിയിരിക്കുകയാണ്. രാവിലെ ഒരു റെക്കോർഡ് ഉണ്ടായിരുന്നു. അതിനുശേഷം ഒരു വലിയ രീതിയിലുള്ള ഒരു ചാഞ്ചാട്ടം മാർക്കറ്റിൽ പ്രകടമാണ്. ഇനിയും റെക്കോർഡ് ഭേദിക്കാനായിട്ടൊക്കെ സാധ്യതയുണ്ടോ? അതൊരു കറക്ഷന്റെ പാതയിലേക്ക് പോകുമോ? എങ്ങനെയാണ്? ഗുഡ് ആഫ്റ്റർനൂൺ സൂര്യ. ഇന്ന് മാർക്കറ്റ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ 22,525 കടക്കാതെ പല ദിവസങ്ങളിലും വന്ന് താഴ്ന്നതായിട്ട് കണ്ടു. എന്നാൽ ഇന്ന് ഓപ്പണിംഗ് തന്നെ ആ ലെവല് കട്ട് ചെയ്തതായിട്ട് നമുക്ക് മനസ്സിലാക്കി. എന്നാൽ 22,625 നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ദിവസം ഒരു റെസിസ്റ്റൻസ് ആയിട്ട് തന്നെ നിലനിൽക്കും. എന്നാൽ മാർക്കറ്റ് ഒരു പോസിറ്റീവായിട്ടാണ് നിൽക്കുന്നത്. മാർക്കറ്റ് വരുന്ന ദിവസങ്ങളിലും മുകളിലേക്ക് പോകാനുള്ള സാധ്യതയാണ്. ഇന്നൊരു സെല്ലിങ് വന്നു എന്ന് പറയുന്നത് ഒരു ഇൻട്രാഡേ സെല്ലിങ് മാത്രമാണ്. അതൊരു കറക്ഷൻ്റെ ഭാഗമായിട്ട് നമുക്ക് കൂട്ടാൻ പറ്റില്ല. അതായത് മാർക്കറ്റ് ഇത്രയും ഉയർന്നപ്പോൾ ഉണ്ടായ ഒരു വിൽപ്പന സമ്മർദ്ദം, അതായത് സെല്ലിംഗ് പ്രഷർ എന്ന് മാത്രമേ അതിനെ കണക്കാക്കാവൂ. അത് തീർച്ചയായും താഴെ വാങ്ങിച്ചുകൊണ്ടുള്ള ആളുകളെ സംബന്ധിച്ചോളം നല്ലൊരു ലെവലിൽ സെല്ല് ചെയ്യാൻ പറ്റി. ആ ഒരു സെല്ലിങ്ങും അതിനെ തുടർന്നുണ്ടായ ഒരു താഴ്ചയുമാണ് ഇൻട്രാഡേ ആയിട്ട് 22,300 വരെ താഴ്ന്നു. 22,300 നിഫ്റ്റിയെ സംബന്ധിച്ചോളം നല്ലൊരു സപ്പോർട്ടാണ്. അവിടുന്ന് തിരിച്ച് ബൗൺസ് ബാക്ക് ചെയ്യുകയും ചെയ്തു. മാർക്കറ്റ് ഇപ്പോഴും പോസിറ്റീവായിട്ട് 100-ലധികം പോയിന്റ് നിഫ്റ്റി മുകളിലായിട്ടാണ് ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നന്ദി ശ്രീ പോൾ തോമസ് ആണ് മാർക്കറ്റ് വ്യൂവിൽ അതിഥിയായെത്തിയത്. ഏതായാലും വിപണിയിൽ ചാഞ്ചാട്ടം തുടരുകയാണ്. ഒരുപക്ഷെ വീണ്ടും ഒരു റെക്കോർഡിനൊക്കെ ഈ ദിനം സാക്ഷ്യം വഹിക്കുമോ എന്ന് നമുക്ക് വരും മണിക്കൂറിൽ അറിയാം. മാർക്കറ്റ് ഇവിടെ പൂർണ്ണമാകുന്നു. ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം ഗുഡ് ആഫ്റ്റർനൂൺ വിത്ത് ഹാഷ്മി തുടരും. വെൽക്കം ബാക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകരെ. അപ്പോൾ തിരുവനന്തപുരത്ത് ശശി തരൂരിനെതിരെ യൂത്ത് കോൺഗ്രസ് വിമത വിഭാഗം നേതാവ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചെന്നാണ് ഏറ്റവും ഒടുവിലത്തെ വാർത്ത. യൂത്ത് കോൺഗ്രസ് മുൻ സംസ്ഥാന സെക്രട്ടറി ഷൈൻലാൽ ആണ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. ഒത്തുതീർപ്പിന് വഴങ്ങില്ലെന്നും എന്ത് സമ്മർദ്ദമുണ്ടായാലും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്നും ഷൈൻലാൽ പറയുന്നു. യൂത്ത് കോൺഗ്രസിനകത്ത് സ്വതന്ത്രനായി മത്സരിച്ച് 2009 മുതൽ സംഘടനാ പ്രവർത്തനം നിന്ന് വിവിധ മേഖലകളിൽ പ്രവർത്തിച്ച ആളാണ്. വിവിധ പോസ്റ്റുകൾ വഹിച്ചിട്ടുണ്ട്. അപ്പോൾ തുടക്കം മുതൽ സ്വതന്ത്രനായി മത്സരിച്ച് വരുന്നതുകൊണ്ട് തന്നെ ആദ്യകാലം മുതലേ ഞങ്ങൾക്ക് ഒരു അവഗണന ഉണ്ടായിരുന്നു. ഇത്രക്കാലം അത് സഹിച്ചും ക്ഷമിച്ചും നമ്മൾ മുന്നോട്ട് പോയി. ഇപ്പോൾ സഹപ്രവർത്തകരുടെ നിർബന്ധമാണ്. ഇനിയും ഈ അവഗണന തുടരുന്നത് ശരിയല്ല, അതിന് ശക്തമായി പ്രതിഷേധിക്കണമെന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനൊരു തീരുമാനമെടുത്തത്. അലക്സ് മുഹമ്മദ്. അലക്സ്, ഷൈൻ സീരിയസ് ആണോ? ഹാഷ്മി, ഷൈൻ സീരിയസ് ആണ്. ഷൈൻലാൽ പറയുന്നത് യുവാക്കൾക്ക് ഒരു തരത്തിലുള്ള പരിഗണനയും ഈ പാർട്ടി നൽകുന്നില്ല എന്നാണ് ഷൈൻലാൽ പറയുന്നത്. 2009 മുതൽ സംഘടനയെ താൻ സ്വതന്ത്രമായി മത്സരിച്ചാണ് ഓരോ സ്ഥാനങ്ങളിൽ എത്തുന്നതെന്ന് ഷൈൻലാൽ പറയുന്നുണ്ട്. മാത്രമല്ല, ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെങ്കിലും യുവാക്കളെ ഇതുമായി ബന്ധപ്പെട്ട് പിന്തുണയ്ക്കണം, അല്ലെങ്കിൽ യുവാക്കൾക്ക് സീറ്റ് നൽകണം എന്നൊക്കെ അദ്ദേഹം ആവശ്യപ്പെടുന്നു. അദ്ദേഹവുമായി ബന്ധപ്പെട്ട് സമാനമായ അഭിപ്രായമുള്ളവരും ആവശ്യപ്പെടുന്നു. പക്ഷേ ആ അഭിപ്രായങ്ങൾക്കൊന്നും പാർട്ടി ഒരു തരത്തിലുള്ള വിലയും നൽകിയില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ അഭിപ്രായം പറഞ്ഞതിന് ഷൈൻലാൽ യൂത്ത് കോൺഗ്രസിന്റെ മുൻ നേതാവാണ്. ഇപ്പോൾ മത്സരിക്കുകയാണ്. അപ്പോൾ അത് ഏതെങ്കിലും തരത്തിലുള്ള ചർച്ചകൾ നടക്കുമോ, അതോ പത്രിക പിൻവലിക്കുമോ, അതോ ഉറച്ചു നിൽക്കുമോ എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം.
വിശ്വാസികൾക്ക് വ്രതശുദ്ധിയുടെ നാളുകൾ. അൽ മുക്താദിർ ഗോൾഡൻ ഡയമണ്ട്സ് പുണ്യങ്ങളുടെ പൂക്കാലം സമർപ്പിക്കുന്നത് എല്ലാ ആഭരണങ്ങളും ഇപ്പോൾ പണിക്കൂലിയില്ലാതെ വാങ്ങാം. അൽ മുക്താദിർ ജ്വല്ലേഴ്സ്. എഴുപത്തഞ്ച് വർഷത്തിലേറെയായി മലയാളികളുടെ നേതൃത്വത്തിൽ റമദാൻ കാലത്ത് നോമ്പ് തുറക്കാൻ സൗകര്യം ചെയ്തു കൊടുക്കുന്നൊരിടമുണ്ട് മുംബൈയിൽ. കേരള മുസ്ലിം ജമാഅത്തിന്റെ കെട്ടിടത്തിൽ നോമ്പ് തുറക്കാൻ ദിവസവും നൂറുകണക്കിന് പേരാണ് ഒത്തുകൂടുന്നത്. തിരക്കൊഴിയാത്ത നഗരത്തിന്റെ ഹൃദയഭാഗത്തുള്ള ഡോങ്ക്രിയിലെ കാഴ്ചയിലേക്കാണ്. കേരള മുസ്ലിം ജമായത്തിന്റെ കെട്ടിടത്തിലേക്ക് നോമ്പുതുറ സമയമാവുമ്പോഴേക്കും വിരിച്ചുവെച്ച പായകളിൽ വിശ്വാസികൾ നിറയും. മുന്നിൽ ഭക്ഷണവും പഴങ്ങളും പലഹാരങ്ങളും തുടങ്ങി നാട്ടിലെ തരിക്കഞ്ഞി വരെ 250-ലേറെ പേരാണ് ഓരോ ദിനവും വരുന്നത്. നോമ്പുതുറ എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിലുള്ള ഒരു വെറും നോമ്പുതുറയല്ല, ഒരു എല്ലാ വിഭവങ്ങളോട് കൂടി തന്നെയുള്ള ഒരു നോമ്പുതുറയാണ്. സമൂഹത്തിൻ്റെ വിവിധ വിവിധ മേഖലയിൽപ്പെട്ട ആളുകൾ നോമ്പ് തുറക്കാൻ വരുന്നുണ്ട്. നോമ്പ് തുറന്ന് സ്വന്തം വീട് പോലെ തന്നെ ഉപയോഗിച്ച് പോകാൻ പറ്റുന്നൊരു സംവിധാനമാണ് വർഷങ്ങളായിട്ട് തുടരുന്നത്. 7 പതിറ്റാണ്ടിലേറെയായി റമദാൻ കാലത്തെ കാഴ്ചകൾ ഇവിടെ മാറിയിട്ടില്ല, ഇനി മാറുകയുമില്ല. നോമ്പ് തുറക്കാനെത്തുന്നവരിൽ പാതിയും മലയാളികൾ തന്നെ. നോമ്പ് തുറയിൽ ഒതുങ്ങുന്നില്ല പക്ഷേ സംഘടനയുടെ പ്രവർത്തനം. പക്ഷെ ഞങ്ങൾ നൽകുന്ന സഹായങ്ങളും മറ്റു കാര്യങ്ങൾക്കൊന്നും ജാതിയോ മതമോ ഭാഷയോ നോക്കാറില്ല. ഞങ്ങളുടെ അടുത്ത് ആര് വരുന്നുവോ, ഞങ്ങൾക്ക് എന്ത് കഴിയുന്നോ ഞങ്ങൾ സഹായിക്കുന്നുണ്ട്. അത് ഏത് മേഖലയാണെങ്കിലും. ഇപ്പോൾ ഇവിടെ ചികിത്സ ലഭിക്കാൻ വേണ്ടി വരുന്ന ആളുകളുണ്ട്, അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യുന്നുണ്ട്, നിയമസഹായങ്ങൾ ചെയ്യുന്നുണ്ട്. അതുപോലെ മരണപ്പെട്ടു പോകുന്ന ആളുകളുടെ ഡെഡ് ബോഡി അതിൻ്റെ സംസ്കാരം പറഞ്ഞാൽ അത് ഏത് ജാതിയാണോ ആ രൂപത്തിൽ തന്നെ ഞങ്ങൾ ചെയ്തു കൊടുക്കാറുണ്ട്. നോമ്പുകാലം തീരും വരെ നോമ്പ് തുറക്കാൻ എത്തുന്നവരെയും കാത്ത് മലയാളി കൂട്ടായ്മ കാത്തിരിക്കുന്നു. വരുൺ വി നായർക്കൊപ്പം മുംബൈയിൽ നിന്നും ശ്രീനാഥ് ചന്ദ്രൻ, 24. ഇന്നത്തെ നോമ്പുതുറ സമയം. അൽ മുക്താദിർ ഗോൾഡൻ ഡയമണ്ട്സ് നോമ്പുതുറ സമയം സമർപ്പിക്കുന്നത് എല്ലാ ആഭരണങ്ങളും ഇപ്പോൾ പണിക്കൂലിയില്ലാതെ വാങ്ങാം. അൽ മുക്താദിർ ജ്വല്ലേഴ്സ്. മൈജി ഫ്യൂച്ചറിന്റെ പുതിയ ഷോറൂം തിരുവനന്തപുരം പനവിളയിൽ പ്രവർത്തനം ആരംഭിച്ചു. സ്പീക്കർ എൻ ഷംസീർ ഉദ്ഘാടനം ചെയ്തു. മൈജി ഫ്യൂച്ചറിന്റെ നഗരത്തിലെ 2ാമത്തെ ഷോറൂമാണ് പനവിളയിലേത്. ഡിജിറ്റൽ ഗാഡ്ജറ്റ്സിനൊപ്പം ഹോം ആൻഡ് കിച്ചൺ അപ്ലയൻസും കിട്ടും. ചുരുങ്ങിയ കാലം കൊണ്ട് ഉപഭോക്താക്കളുടെ വിശ്വാസം നേടിയെടുക്കാൻ മൈജിക്ക് കഴിഞ്ഞു എന്ന് സ്പീക്കർ പറഞ്ഞു. മൈജി കൺസിസ്റ്റൻസിയുള്ളൊരു സ്ഥാപനമാണ്. അതുകൊണ്ടാണ് മലയാളിക്ക് മൈജിയെ ആശ്രയിക്കേണ്ട അവസ്ഥ വന്നത്. അപ്പോൾ മൈജി എന്ന സ്ഥാപനത്തിൻ്റെ 2ാമത്തെ തിരുവനന്തപുരത്തെ ഷോറൂം നിങ്ങളെല്ലാം അനുവാദത്തോടെ ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ്. ഈ സ്ഥാപനവും മൈജിയുടെ മറ്റ് സ്ഥാപനങ്ങൾ പോലെ വൻ സക്സസ് ആവും എന്ന കാര്യത്തിൽ സംശയമില്ല. നേരത്തെ അനിൽ പാണ്ഡ്യത് ഉള്ള സംശയം ഇതായിരുന്നു. ഓരോരുത്തരെയും വിശ്വസിച്ച് വോട്ട് ചെയ്ത് MP MLA ഒക്കെ ആക്കും. ഇവർ കാല് മാറിയാൽ ഇവിടെ ചോദിക്കാൻ ഒരു നിയമവും ഇല്ലേ എന്നുള്ള സംശയം. നിയമമൊക്കെ ഉണ്ട്, കൂറുമാറ്റ നിരോധന നിയമം എന്നാണ് അതിൻ്റെ പേര്, ആൻറ്റി ഡിഫെക്ഷൻ ലോ എന്നൊക്കെയാണ് അതിൻ്റെ പേര്. പക്ഷേ അതിന് കുറേ പഴുതുള്ളൊരു നിയമമാണ്. അപ്പോൾ ആ പഴുത് കോടികളൊക്കെ അങ്ങനെ കിലുങ്ങുമ്പോൾ ഒരു പാട്ട് കേൾക്കാറില്ലേ, എങ്ങനെയാണ്? കാശ് മണി തുട്ട് മണി അല്ല, അങ്ങനല്ല, കാശ് പണം തുട്ട് മണി എന്ന പാട്ട് കേൾക്കും. സ്വാഭാവികമായും ആ പഴുതുകൾ ഉപയോഗിച്ചുകൊണ്ട് അങ്ങനെ കൂറുമാറേണ്ടവർ മാറുകയും ചെയ്യും. പ്രിയപ്പെട്ട പക്ഷേ നമ്മുടെ വാർത്തായാത്ര തൽക്കാലം പൂർണ്ണമാവുന്നു. ഇനി